പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന PMGSY എപ്പോഴാണ് ആരംഭിച്ചത്? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? 2000 ഡിസംബർ 25 ആരംഭിച്ചു. എല്ലാ ഗ്രാമങ്ങളെയും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന പാതകളാൽ ബന്ധിപ്പിക്കുക. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന PMGSY 2000 ഡിസംബർ 25 ആരംഭിച്ചു. ഗ്രാമപ്രദേശങ്ങളെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകളാൽ ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഗ്രാമീണ വികസനത്തിനും സമ്പദ്വ്യവസ്ഥയ്ക്കും ഇത് വലിയ സംഭാവനകൾ നൽകി. ദേശീയ ഹരിതപാത നയം 2015 പ്രകാരം റോഡ് നിർമ്മാണത്തിന്റെ മൊത്തം ചെലവിന്റെ എത്ര ശതമാനമാണ് പ്ലാന്റേഷൻ ഫണ്ടുകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? 1%. ദേശീയ ഹരിതപാത നയം 2015 റോഡ് നിർമ്മാണത്തിനൊപ്പം പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. ഈ നയം അനുസരിച്ച് റോഡ് നിർമ്മാണത്തിന്റെ മൊത്തം ചെലവിന്റെ 1% മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയുള്ള പ്ലാന്റേഷൻ ഫണ്ടുകളിലേക്ക് നീക്കിവയ്ക്കുന്നു. ഇത് പരിസ്ഥിതി സംരക്ഷണവും അടിസ്ഥാന സൗകര്യ വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ഏതാണ്? മുംബൈ പുണെ എക്സ്പ്രസ് വേ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ മുംബൈ പുണെ എക്സ്പ്രസ് വേയാണ്. 2002 പൂർത്തിയാക്കിയ ഈ പാത ഈ 2 പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു. രാജ്യത്തിന്റെ ആധുനിക ഗതാഗത വികസനത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROC ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? പ്രതിരോധ മന്ത്രാലയം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROC കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും തന്ത്രപ്രധാനമായ മേഖലകളിലും റോഡുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. പ്രതിരോധപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നത്. ഫാസ്ടാഗ് ഏത് സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ RFID സാങ്കേതികവിദ്യ. ഫാസ്ടാഗ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ RFID സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനമാണ്. ഇത് വാഹനങ്ങൾക്ക് ടോൾ പ്ലാസകളിൽ നിർത്താതെ കടന്നുപോകാൻ സഹായിക്കുന്നു. അതുവഴി യാത്രാ സമയം ലാഭിക്കുകയും ഇന്ധനം ലാഭിക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന പടിയാണിത്. നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ NETC പ്രോഗ്രാമിന്റെ സെൻട്രൽ ക്ലിയറിംഗ് ഹൌസായി CCH പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI. NETC സിസ്റ്റത്തിന് കീഴിലുള്ള എല്ലാ ടോൾ ഇടപാടുകളും NPCI കേന്ദ്രീകൃതമായി കൈകാര്യം ചെയ്യുകയും തീർപ്പാക്കുകയും ചെയ്യുന്നു. ഫാസ്ടാഗ് വഴിയുള്ള ഡിജിറ്റൽ ടോൾ ശേഖരണം കാര്യക്ഷമമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ റീറ്റെയിൽ പേയ്മെന്റ് സെറ്റിൽമെന്റ് സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് NPCI. പിന്നീട് ഗ്രാൻഡ് ട്രങ്ക് GT റോഡ് എന്നറിയപ്പെട്ട ഷാഹി റോയൽ റോഡ് നിർമ്മിച്ചത് ആരാണ്? ഷേർ ഷാ സൂരി. 16-ാം നൂറ്റാണ്ടിൽ സൂരി സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ഷേർ ഷാ സൂരിയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇത് തന്റെ സാമ്രാജ്യത്തിന്റെ വാണിജ്യ ഭരണ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാനിലെ പെഷവാറിനെ ബംഗാളിലെ സോനാർഗാവുമായി ബന്ധിപ്പിച്ചു. ഈ പാത പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് വികസിപ്പിക്കപ്പെടുകയും ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നറിയപ്പെടുകയും ചെയ്തു. ഗ്രാൻഡ് ട്രങ്ക് GT റോഡിന്റെ പുരാതന പേര് എന്തായിരുന്നു? ഉത്തരാബദം. പുരാതന കാലത്ത് ഈ വ്യാപാരപാത ഉത്തരാബദം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മൗര്യ സാമ്രാജ്യകാലത്തും അതിനുമുമ്പും ഇത് ഒരു പ്രധാന വ്യാപാര യാത്രാ മാർഗമായിരുന്നു. കിഴക്കൻ ഇന്ത്യയെ മധ്യേഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ധമനിയായിരുന്നു ഉത്തരാബദം. ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് IMT ത്രിരാഷ്ട്ര ഹൈവേ ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യയിലെ മണിപ്പൂരിലെ മോറയെ തായ്ലൻഡിലെ മേസോട്ടുമായി. ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ത്രിരാഷ്ട്ര ഹൈവേ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും. സാമ്പത്തിക സഹകരണവും സാംസ്കാരിക വിനിമയവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏഷ്യൻ ഹൈവേ ശൃംഖലയുടെ ഭാഗമാണിത്. അഫ്ഗാനിസ്ഥാനിലെ സരഞ്ച് ഡെലാറാം റോഡ് നിർമ്മിക്കുന്നത് ഏത് സ്ഥാപനമാണ്? ഇന്ത്യയ്ക്ക് ഇതിന്റെ തന്ത്രപരമായ പ്രാധാന്യം എന്താണ്?
ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബ്രോ ചബഹാർ തുറമുഖം വഴി ഇന്ത്യൻ ചരക്കുകൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പ്രവേശനം നൽകുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായി ബ്രോ ആണ് ഈ റോഡ് നിർമ്മിച്ചത്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ചബഹാർ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലേക്കും തുടർന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപാരബന്ധം സ്ഥാപിക്കാൻ ഈ റോഡ് ഇന്ത്യയെ സഹായിക്കുന്നു. ഇത് പ്രാദേശിക വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നു. എന്താണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് ആരംഭിച്ചത്? ചരക്ക് നീക്കത്തിനായുള്ള ഒരു മൾട്ടി മോഡൽ ഗതാഗത ശൃംഖല. റഷ്യ, ഇന്ത്യ, ഇറാൻ എന്നിവരാണ് ഇത് ആരംഭിച്ചത്. റഷ്യ, ഇന്ത്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2000-ൽ സ്ഥാപിച്ചതാണ് INSTC. 7200 കിലോമീറ്റർ നീളമുള്ള ഈ പാത കപ്പൽ, റെയിൽ, റോഡ് വഴിയുള്ള ചരക്ക് ഗതാഗതം ഉൾക്കൊള്ളുന്നു. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര സമയവും ചെലവും കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ INSTC പ്രധാന ലക്ഷ്യം എന്താണ്? പ്രധാന നഗരങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പ്രവേശനം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. NSTCയുടെ പ്രധാന ലക്ഷ്യം യൂറോപ്പ്, റഷ്യ, മധ്യേഷ്യ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങൾക്കിടയിൽ ചരക്ക് നീക്കം സുഗമമാക്കുക എന്നതാണ്. ഇത് നിലവിലുള്ള സൂയസ് കനാൽ വഴിയുള്ള പാതയേക്കാൾ കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ ഒരു ബദൽ പാത വാഗ്ദാനം ചെയ്യുന്നു. ഇതുവഴി മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് ആഗോള വിപണിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൽ INSTC ഉൾപ്പെടുത്താൻ ഇന്ത്യ അടുത്തിടെ നിർദ്ദേശിച്ച തുറമുഖം ഏതാണ്? ചബഹാർ തുറമുഖം. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം INSTCയിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നിർദ്ദേശം ഈ വ്യാപാര ഇടനാഴിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ചരക്കുകൾ അയക്കുന്നതിനുള്ള ഒരു പ്രധാന കവാടമായി ചബഹാർ പ്രവർത്തിക്കും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും പ്രാദേശിക ബന്ധങ്ങൾക്കും നിർണായകമാണ്. ആഗോളതലത്തിലും ഏഷ്യയിലും ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിന്റെ റാങ്കിംഗ് എത്രയാണ്? ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ 4ാമത്തെ വലിയതുമായ റെയിൽവേ സംവിധാനമാണിത്. ഇന്ത്യൻ റെയിൽവേ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയും ലോകത്തിലെ 4ാമത്തെ വലിയ ശൃംഖലയുമാണ്. വലിയൊരു തൊഴിൽദാതാവും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലുമാണ് ഇന്ത്യൻ റെയിൽവേ. പ്രതിദിനം ദശലക്ഷക്കണക്കിന് യാത്രക്കാരെയും ചരക്കുകളെയും ഇത് വഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റൽ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റൽ പൊതുമേഖലാ സ്ഥാപനം. ഇത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പൊതുമേഖലാ സംരംഭമാണ്. രാജ്യത്തിന്റെ ഗതാഗത, ലോജിസ്റ്റിക്സ് മേഖലകളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ തീവണ്ടി എപ്പോഴാണ്, ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയിലാണ് ഓടിയത്? 1853 ഏപ്രിൽ 16 മുംബൈക്കും താനെക്കുമിടയിൽ. 1853 ഏപ്രിൽ 16 മുംബൈയിലെ ബോറിബന്ദർ, ഇന്നത്തെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മുതൽ താനെ വരെ 34 കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഇത് ഇന്ത്യയുടെ ഗതാഗത ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത വൈദ്യുതീകരിച്ചത് എപ്പോഴാണ്, ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? 1925-ൽ ലോർഡ് റീഡിംഗിന്റെ കാലത്ത്. 1925-ൽ ബോംബെയിലെ വിക്ടോറിയ ടെർമിനസ്, ഇന്നത്തെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മുതൽ കുർള വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത വൈദ്യുതീകരിച്ചത്. ലോർഡ് റീഡിംഗ് ആയിരുന്നു അന്ന് ഇന്ത്യയുടെ വൈസ്രോയി. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് സ്ഥാപിച്ചത് എപ്പോഴാണ്? 1905 മാർച്ച് മാസത്തിൽ. ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടിയാണ് 1905 മാർച്ചിൽ റെയിൽവേ ബോർഡ് സ്ഥാപിച്ചത്. ലോർഡ് കൾസൺ അന്ന് ഇന്ത്യയുടെ വൈസ്രോയി. റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്ന് വേർപെടുത്തിയത് എപ്പോഴാണ്, അത് എപ്പോഴാണ് തിരികെ ലയിപ്പിച്ചത്? 1921-ൽ വേർപെടുത്തി. അക്വർത്ത് കമ്മിറ്റി നിർദ്ദേശം 2017-ൽ തിരികെ ലയിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേയുടെ പ്രാധാന്യം പരിഗണിച്ച് അക്വർത്ത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1921-ൽ റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്ന് വേർപെടുത്തി.
പിന്നീട് 92 വർഷങ്ങൾക്ക് ശേഷം 2017-ൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇത് പൊതു ബജറ്റിൽ തിരികെ ലയിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് എപ്പോഴാണ്? 1944-ൽ. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും റെയിൽവേയുടെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്തും 1944-ൽ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടു. ഇതിലൂടെ രാജ്യത്തെ ഗതാഗത ശൃംഖലയെ ഏകീകൃതമായ ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ബനാറസ് ലോക്കോമോട്ടീവ് വർക്സും BLW എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പേരമ്പൂരിൽ, ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് BLW വാരണാസിയിൽ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ICF തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള പേരമ്പൂരിലാണ്. ഇത് ഇന്ത്യൻ റെയിൽവേക്കുള്ള പാസഞ്ചർ കോച്ചുകൾ നിർമ്മിക്കുന്നു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് BLW ഡീസൽ, ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ 18 സ്വരചിഹ്നം ആമത്തെയും ഏറ്റവും പുതിയതുമായ റെയിൽവേ സോൺ ഏതാണ്? അതിന്റെ ആസ്ഥാനം എവിടെയാണ്? സൗത്തേൺ കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം ആസ്ഥാനമായി 2019 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചു. 2019 ഫെബ്രുവരിയിൽ രൂപീകരിച്ച സൗത്തേൺ കോസ്റ്റ് റെയിൽവേ സ്കോർ ആണ് ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ് ഇതിന്റെ ആസ്ഥാനം. ഇത് തെലുങ്ക് സംസ്ഥാനങ്ങളിലെ റെയിൽവേ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതായിരുന്നു? ഏത് റൂട്ടിലാണ് ഇത് സർവീസ് നടത്തിയത്? ഡെക്കാൻ ക്യൂൻ 1929-ൽ ബോംബെ, മുംബൈ, പൂനെക്കും പുണെ ഇടയിൽ അവതരിപ്പിച്ചു. 1929-ൽ അവതരിപ്പിച്ച ഡെക്കാൻ ക്യൂൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. ഇത് ബോംബെ, ഇപ്പോഴത്തെ മുംബൈ, പൂനെക്കും ഇപ്പോഴത്തെ പുണെ ഇടയിലാണ് സർവീസ് നടത്തിയത്. ഈ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. ഏറ്റവും വലിയ വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലകളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? റഷ്യയ്ക്ക് ശേഷം 2ാം സ്ഥാനത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലകളിൽ ഇന്ത്യ റഷ്യയ്ക്ക് ശേഷം 2ാം സ്ഥാനത്താണ്. ഇന്ത്യൻ റെയിൽവേയുടെ വലിയൊരു ഭാഗം വൈദ്യുതീകരിക്കപ്പെട്ടുകഴിഞ്ഞു. ഇത് പരിസ്ഥിതി സൗഹൃദവും കാര്യക്ഷമവുമായ ഗതാഗതം ഉറപ്പാക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ എവിടെയാണ്, എപ്പോഴാണ് അവതരിപ്പിച്ചത്? കൊൽക്കത്തയിൽ 1984 ഒക്ടോബർ 24-ന്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ 1984 ഒക്ടോബർ 24-ന് കൊൽക്കത്തയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് നഗര ഗതാഗതത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിൽ മെട്രോ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തു. ദേശീയ റെയിൽ പ്ലാൻ NRP 2030-ന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? 2050 വരെയുള്ള ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 2030-ഓടെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. ദേശീയ റെയിൽ പ്ലാൻ 2030 NRP 2030 എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘകാല ആസൂത്രണ രേഖയാണ്. 2050 വരെയുള്ള ഭാവിയിലെ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 2030-ഓടെ റെയിൽവേയുടെ ശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇന്ത്യയിലെ സമർപ്പിത ചരക്ക് ഇടനാഴികളുടെ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർസ് DFCS പ്രാഥമിക ലക്ഷ്യം എന്താണ്? ബ്രോഡ് ഗേജ് ചരക്ക് ഇടനാഴികൾ നിർമ്മിച്ച് കാര്യക്ഷമവും വിശ്വസനീയവുമായ ഗതാഗത സംവിധാനം ഒരുക്കുക. സമർപ്പിത ചരക്ക് ഇടനാഴികൾ DFCS ഇന്ത്യൻ റെയിൽവേയുടെ ഗതാഗത ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ചരക്ക് നീക്കത്തിനായി പ്രത്യേക പാതകൾ ഒരുക്കുന്നതിലൂടെ യാത്ര ട്രെയിനുകളുടെ സമയക്രമത്തെ ബാധിക്കാതെ വേഗത്തിലുള്ള ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നു. ഇത് രാജ്യത്തെ വ്യാവസായിക വളർച്ചയ്ക്കും ഉൽപ്പന്നങ്ങളുടെ വേഗത്തിലുള്ള കൈമാറ്റത്തിനും അത്യന്താപേക്ഷിതമാണ്. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ WDFC റൂട്ടും ധനസഹായ ഏജൻസിയും ഏതാണ്? ദാദ്രി ഉത്തർപ്രദേശ് മുതൽ JNPT മുംബൈ വരെ ലോകബാങ്ക് ആണ് ധനസഹായം നൽകുന്നത്. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ WDFC ഉത്തരേന്ത്യയെ പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ദാദ്രിയിൽ നിന്ന് തുടങ്ങി ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് JNPT മുംബൈയിൽ അവസാനിക്കുന്ന ഈ പാത ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത്.
ഇത് ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ EDFC റൂട്ടും ധനസഹായ ഏജൻസിയും ഏതാണ്? ലുധിയാന, പഞ്ചാബ് മുതൽ ഡങ്കുനി, പശ്ചിമ ബംഗാൾ വരെ ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി JICA ആണ് ധനസഹായം നൽകുന്നത്. ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ EDFC പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഡങ്കുനി വരെ നീളുന്നു. ഈ ഇടനാഴി ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി JICA യുടെ സാമ്പത്തിക സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത്. ഇത് കിഴക്കൻ, വടക്കൻ ഇന്ത്യയിലെ വ്യാവസായിക മേഖലകളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 3 പ്രധാന റെയിൽവേ ഗേജുകൾ ഏതൊക്കെയാണ്? അവയുടെ വീതി എത്രയാണ്? ബ്രോഡ് ഗേജ് 1.676 മീറ്റർ, മീറ്റർ ഗേജ് 1.00 മീറ്റർ, നാരോ ഗേജ് 0.762 മീറ്റർ, 0.610 മീറ്റർ. ഇന്ത്യൻ റെയിൽവേയിൽ 3 പ്രധാന ഗേജ് തരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബ്രോഡ് ഗേജ് 1.676 മീറ്റർ വീതിയുള്ളതും രാജ്യത്തെ ഭൂരിഭാഗം റെയിൽവേ ശൃംഖലയിലും ഉപയോഗിക്കുന്നതുമാണ്. മീറ്റർ ഗേജ് 1.00 മീറ്റർ വീതിയും നാരോ ഗേജ് 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ വീതിയുമുള്ളതാണ്. ഇവ സാധാരണയായി മലമ്പ്രദേശങ്ങളിലും കുറഞ്ഞ ഗതാഗതമുള്ള റൂട്ടുകളിലും കാണപ്പെടുന്നു. FW സ്റ്റീവൻസ് രൂപകൽപ്പന ചെയ്ത ഗോതിക് വാസ്തുവിദ്യയുടെ പ്രതീകമായ മുംബൈയിലെ പ്രമുഖ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഛത്രപതി ശിവാജി ടെർമിനസ്, മുൻപ് വിക്ടോറിയ ടെർമിനസ്. ഛത്രപതി ശിവാജി ടെർമിനസ്, മുൻപ് വിക്ടോറിയ ടെർമിനസ് എന്നറിയപ്പെട്ടിരുന്ന ഈ സ്റ്റേഷൻ മുംബൈയിലെ ഒരു ചരിത്രപരമായ റെയിൽവേ സ്റ്റേഷനാണ്. FW സ്റ്റീവൻസ് രൂപകൽപ്പന ചെയ്ത ഇത് വിക്ടോറിയൻ ഗോതിക് വാസ്തുവിദ്യയുടെയും പരമ്പരാഗത ഇന്ത്യൻ വാസ്തുവിദ്യയുടെയും മിശ്രണമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ കെട്ടിടം ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ ഏതാണ്? അത് ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയിലാണ് ഓടുന്നത്? വിവേക് എക്സ്പ്രസ്, ദിബ്രുഗ്ഡ് മുതൽ കന്യാകുമാരി വരെ. ദിബ്രുഗ്ഡിൽ നിന്ന് കന്യാകുമാരി വരെ ഓടുന്ന വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ. ഏകദേശം 4200 കിലോമീറ്ററിലധികം ദൂരം 80 മണിക്കൂറിലധികം സമയമെടുത്ത് ഇത് പൂർത്തിയാക്കുന്നു. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഏത് രാജ്യവുമായി സഹകരിച്ചാണ് വികസിപ്പിക്കുന്നത്? ഇത് ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ജപ്പാൻ മുംബൈയെയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മുംബൈയെയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്നു. ജപ്പാനുമായി സഹകരിച്ച് വികസിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം അതിവേഗ റെയിൽ ഗതാഗതം രാജ്യത്ത് അവതരിപ്പിക്കുക എന്നതാണ്. ഷിൻകാൻസെൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകളാണ് ഇതിനായി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നിലവിലുള്ള ആവി എഞ്ചിൻ സ്റ്റീം ലോക്കോമോട്ടീവ് ഏതാണ്? ഫെയറി ക്വീൻ. ഫെയറി ക്വീൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രവർത്തിക്കുന്നതുമായ ആവി എഞ്ചിൻ. 1855-ൽ നിർമ്മിച്ച ഈ ലോക്കോമോട്ടീവ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഏറ്റവും പഴക്കമുള്ള പ്രവർത്തിക്കുന്ന സ്റ്റീം ലോക്കോമോട്ടീവായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി മുതൽ രാജസ്ഥാനിലെ അൽവാർ വരെ പൈതൃക ടൂറിസം സേവനങ്ങൾക്കായി ഇത് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിൻ ഏതായിരുന്നു? നിലവിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിൻ ഗതിമാൻ എക്സ്പ്രസ്. നിലവിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഗതിമാൻ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിൻ. ഇത് ഡൽഹിക്കും ആഗ്രയ്ക്കുമിടയിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ സർവീസ് ആരംഭിച്ചു. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഓപ്പറേഷണൽ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. മണിക്കൂറിൽ 180 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ ഇതിന് കഴിയും. ഡൽഹി മെട്രോ റെയിൽ പദ്ധതി ഏത് രാജ്യങ്ങളിലെ കമ്പനികളുമായി സഹകരിച്ചാണ് വികസിപ്പിച്ചത്? ജപ്പാൻ, കൊറിയ. ഡൽഹി മെട്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയതും തിരക്കേറിയതുമായ മെട്രോ സംവിധാനങ്ങളിൽ ഒന്നാണ്. ജപ്പാനിലെയും കൊറിയയിലെയും കമ്പനികളുമായുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹകരണത്തിലൂടെയാണ് ഇതിന്റെ വികസനം സാധ്യമായത്.
ആധുനിക ഗതാഗത സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഒരു റേഡിയോ ന്യൂക്ലൈഡിന്റെ ആക്ടിവിറ്റിയുടെ സി യൂണിറ്റ് എന്താണ്? ബെക്കറൽ ബിക്യു. ബെക്കറൽ ബിക്യു എന്നത് ഒരു റേഡിയോ ന്യൂക്ലൈഡിന്റെ റേഡിയോ ആക്റ്റീവ് പ്രവർത്തനത്തിന്റെ സി യൂണിറ്റാണ്. ഒരു ബെക്കറൽ എന്നാൽ ഒരു സെക്കൻഡിൽ ഒരു ന്യൂക്ലിയസ് വിഘടനം സംഭവിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. റേഡിയേഷന്റെ അളവ് സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ആഗിരണം ചെയ്യപ്പെട്ട റേഡിയേഷന്റെ അളവിന്റെ സി യൂണിറ്റ് എന്താണ്? ഗ്രേ ഗി എന്നത് ഒരു പദാർത്ഥം ആഗിരണം ചെയ്യുന്ന അയോണൈസിംഗ് റേഡിയേഷന്റെ അളവിന്റെ സി യൂണിറ്റാണ്. ഒരു കിലോഗ്രാം പദാർത്ഥം ഒരു ജൂൾ ഊർജ്ജം ആഗിരണം ചെയ്യുമ്പോൾ അത് ഒരു ഗ്രേയ്ക്ക് തുല്യമാണ്. റേഡിയേഷൻ ചികിത്സയിലും ആണവ സുരക്ഷയിലും ഇത് പ്രധാനമാണ്. അയോണൈസിംഗ് റേഡിയേഷൻ ഡോസ് തുല്യതയുടെ സി യൂണിറ്റ് എന്താണ്? സീവർട്ട് എസ് വി എന്നത് അയോണൈസിംഗ് റേഡിയേഷന്റെ ജൈവിക പ്രഭാവം അളക്കുന്ന സി യൂണിറ്റാണ്. ഇത് മനുഷ്യ ശരീരത്തിലെ റേഡിയേഷൻ ഡോസിന്റെ ദോഷകരമായ സ്വാധീനം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് റേഡിയേഷൻ സംരക്ഷണത്തിനായി. രാസത്വരക പ്രവർത്തനത്തിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി സി യൂണിറ്റ് എന്താണ്? കേറ്റൽ കാറ്റ് എന്നത് രാസത്വരക പ്രവർത്തനത്തിന്റെ സി യൂണിറ്റാണ്. ഒരു കാറ്റൽ എന്നാൽ ഒരു സെക്കൻഡിൽ ഒരു മോൾ രാസപ്രവർത്തനം ഉത്തേജിപ്പിക്കുന്ന രാസത്വരകത്തിന്റെ അളവാണ്. എൻസൈമുകളുടെ പ്രവർത്തനക്ഷമത അളക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. സാന്ദ്രതയുടെ ഡെൻസിറ്റി വ്യുൽപ്പന്ന സി യൂണിറ്റ് എന്താണ്? kg/m3. സാന്ദ്രത എന്നത് ഒരു വസ്തുവിന്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതമാണ്. ഇതിന്റെ സി യൂണിറ്റ് kg/m3 kg/m3 ആണ്. ഇത് ഒരു വ്യുൽപ്പന്ന യൂണിറ്റാണ്, ഡിറൈവ്ഡ് സി യൂണിറ്റ്. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡുകളുണ്ട്? 60 സെക്കൻഡുകൾ. സമയം അളക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന യൂണിറ്റാണ് സെക്കൻഡ്. ഒരു മിനിറ്റ് എന്നത് കൃത്യമായി 60 സെക്കൻഡുകൾക്ക് തുല്യമാണ്. ഇത് സമയത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു വസ്തുതയാണ്. ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡുകളുണ്ട്? 3600 സെക്കൻഡുകൾ. ഒരു മണിക്കൂർ എന്നത് 60 മിനിറ്റാണ്, ഒരു മിനിറ്റ് 60 സെക്കൻഡുമാണ്. അതിനാൽ ഒരു മണിക്കൂറിൽ 60/60 = 3600 സെക്കൻഡുകളുണ്ട്. ഇത് സമയത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന അളവാണ്. ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകളുണ്ട്? 86,400 സെക്കൻഡുകൾ. ഒരു ദിവസം എന്നത് 24 മണിക്കൂറാണ്, ഒരു മണിക്കൂർ 3600 സെക്കൻഡുമാണ്. അതിനാൽ ഒരു ദിവസത്തിൽ 24/3600 = 86,400 സെക്കൻഡുകളുണ്ട്. ദൈനംദിന ജീവിതത്തിലും ശാസ്ത്രീയ കണക്കുകൂട്ടലുകളിലും ഈ അളവ് പ്രധാനമാണ്. ഒരു വർഷം ഏകദേശം എത്ര സെക്കൻഡാണ്? 3.156 × 10⁻⁷ സെക്കൻഡ്. ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്, ലീപ് വർഷത്തിൽ 366. ഒരു ദിവസത്തിൽ 86,400 സെക്കൻഡുകൾ ഉള്ളതിനാൽ ഒരു വർഷം ഏകദേശം 365/86,400 = 3,15,36,000 സെക്കൻഡുകളാണ്. ഇത് 3.1536 × 10⁻⁷ സെക്കൻഡ് ആയി കണക്കാക്കുന്നു. ലീപ് വർഷങ്ങൾ പരിഗണിച്ച് ശരാശരി 3.156 × 10⁻⁷ സെക്കൻഡ് എന്ന മൂല്യം ഉപയോഗിക്കുന്നു. ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റുന്നതിനുള്ള ഘടകം എന്താണ്? 1 ഡിഗ്രി = π180 rad. കോണുകൾ അളക്കുന്നതിനുള്ള രണ്ട് പ്രധാന യൂണിറ്റുകളാണ് ഡിഗ്രിയും റേഡിയനും. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് 2 π റേഡിയനും 360 ഡിഗ്രിയുമാണ്. ഈ അടിസ്ഥാനബന്ധം ഉപയോഗിച്ച് ഡിഗ്രികളെ റേഡിയനുകളിലേക്കും തിരിച്ചും മാറ്റാൻ സാധിക്കുന്നു. 1 ലിറ്റർ L ക്യൂബിക് മീറ്ററിൽ m3 എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? 1 L = 10⁻³ m3. ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മെട്രിക് യൂണിറ്റാണ് ലിറ്റർ. ഒരു ക്യൂബിക് മീറ്ററിന്റെ 1000 ഒരു ലിറ്റർ. അതായത് 1000 ലിറ്റർ ചേരുമ്പോഴാണ് ഒരു ക്യൂബിക് മീറ്റർ ആകുന്നത്. ഒരു മെട്രിക് ടണ്ണിൽ എത്ര കിലോഗ്രാം ഉണ്ട്? 1000 കിലോഗ്രാം. മെട്രിക് ടൺ എന്നത് പിണ്ഡം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ്. ഇത് ടൺ എന്നും അറിയപ്പെടുന്നു. ഒരു മെട്രിക് ടൺ 1000 കിലോഗ്രാമിന് തുല്യമാണ്. വലിയ അളവിലുള്ള ഭാരം രേഖപ്പെടുത്താൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു.
ഒരു കാരറ്റിൽ എത്ര മില്ലിഗ്രാം ഉണ്ട്? 200 മില്ലിഗ്രാം. രത്നക്കല്ലുകളുടെയും വിലയേറിയ കല്ലുകളുടെയും ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കാരറ്റ്. 200 മില്ലിഗ്രാമിന് തുല്യമാണ് ഒരു കാരറ്റ്. ആഭരണ വ്യവസായത്തിൽ ഇതൊരു സാധാരണ അളവുകോലാണ്. ബാർ എന്ന യൂണിറ്റ് പാസ്കൽ മായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ബാർ സമം 10 പാ. മർദ്ദം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് ബാർ. അന്തരീക്ഷ മർദ്ദം പോലുള്ള വലിയ മർദ്ദം അളക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഒരു ബാർ 1,00,000 പാസ്കലിന് തുല്യമാണ്. ഒരു ക്യൂറിയുടെ CI മൂല്യം ഒരു സെക്കൻഡിൽ എത്ര വിഘടനങ്ങൾക്ക് ഡെക്കേസ് തുല്യമാണ്? 3.7 ഗുണം 10 വിഘടനങ്ങൾ സെക്കൻഡ്. റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ പ്രവർത്തനക്ഷമത അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് ക്യൂറി. ഒരു സെക്കൻഡിൽ 3.7 ഗുണം 10 ആറ്റോമിക് വിഘടനങ്ങളാണ് ഒരു ക്യൂറിക്ക് തുല്യം. മേരി ക്യൂറിയുടെ സ്മരണാർത്ഥമാണ് ഈ യൂണിറ്റ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഒരു ക്വിന്റലിൽ എത്ര കിലോഗ്രാം ഉണ്ട്? 100 കിലോഗ്രാം. ക്വിന്റൽ എന്നത് പിണ്ഡം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ്. ഇത് സാധാരണയായി ഇന്ത്യയിലെയും മറ്റ് ചില രാജ്യങ്ങളിലെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മറ്റ് സാധനങ്ങളുടെയും വലിയ അളവുകൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ക്വിന്റൽ 100 കിലോഗ്രാമിന് തുല്യമാണ്. ഒരു ബാൺ സ്ക്വയർ മീറ്ററിൽ വർഗം എത്രയാണ്? 10 വർഗം ഘാതം 8 വർഗം. ആണവ ഭൗതികശാസ്ത്രത്തിൽ ക്രോസ് സെക്ഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ബാൺ. ആറ്റോമിക കണങ്ങളുടെ പ്രതിപ്രവർത്തന സാധ്യത അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണിത്. ഇത് വളരെ ചെറിയൊരു വിസ്തീർണത്തെ, അതായത് 10 വർഗം ഘാതം 8 ചതുരശ്ര മീറ്ററിനെ പ്രതിനിധീകരിക്കുന്നു. ഒരു ഹെക്ടർ സ്ക്വയർ മീറ്ററിൽ വർഗം എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? ഒരു ഹെക്ടർ സമം 10 വർഗം. ഒരു ഹെക്ടർ എന്നത് വിസ്തീർണം അളക്കുന്നതിനുള്ള മെട്രിക് യൂണിറ്റാണ്. ഇത് സാധാരണയായി ഭൂമിയുടെ വിസ്തീർണം അളക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ഹെക്ടർ 10,000 ചതുരശ്ര മീറ്ററിന് തുല്യമാണ്. പ്രകാശവർഷം എന്തിനാണ് അളക്കാൻ ഉപയോഗിക്കുന്നത്? മീറ്ററിൽ അതിന്റെ മൂല്യം എത്രയാണ്? പ്രകാശവർഷം വളരെ വലിയ ദൂരങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നു. അതിന്റെ മൂല്യം 9.46 ഗുണം 10 മീറ്ററാണ്. പ്രകാശവർഷം എന്നത് ജ്യോതിശാസ്ത്രത്തിൽ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരമാണിത്. നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കുമിടയിലുള്ള അതിവിശാലമായ ദൂരങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു. ദൂരം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ യൂണിറ്റായി കണക്കാക്കുന്നത് ഏതാണ്? പ്രകാശവർഷത്തിലും മീറ്ററിലും അതിന്റെ മൂല്യങ്ങൾ എത്രയാണ്? ദൂരം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക് ആണ്. 1 പാർസെക് സമം 3.26 പ്രകാശവർഷം സമം 3.08 ഗുണം 10 മീറ്റർ. പാർസെക് പാരലാക്സ് സെക്കൻഡ് എന്നത് ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്രങ്ങളിലേക്കും മറ്റു ബഹിരാകാശ വസ്തുക്കളിലേക്കുമുള്ള വലിയ ദൂരങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. ഒരു ആർക്ക് സെക്കൻഡ് പാരലാക്സ് ഉണ്ടാക്കുന്ന ദൂരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബഹിരാകാശ ദൂരങ്ങൾ ലളിതമായി പ്രതിനിധീകരിക്കാൻ ഈ യൂണിറ്റ് സഹായിക്കുന്നു. ഒരു നോട്ടിക്കൽ മൈൽ എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നു? മീറ്ററിൽ അതിന്റെ മൂല്യം എത്രയാണ്? ഒരു നോട്ടിക്കൽ മൈൽ കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നു. അതിന്റെ മൂല്യം 1852 മീറ്റർ ആണ്. നോട്ടിക്കൽ മൈൽ എന്നത് കടൽ, വ്യോമയാനം എന്നിവയിൽ ദൂരം അളക്കാൻ ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. ഇത് ഭൂമിയുടെ ചുറ്റളവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു അക്ഷാംശ രേഖാംശത്തിന്റെ ഒരു മിനിറ്റിന് തുല്യമാണ്. കൃത്യമായ നാവിഗേഷനും ദൂരപരിധി കണക്കാക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഒരു മെഗാവാട്ട് എന്താണ് അളക്കുന്നത്? വാട്ടിൽ അതിന്റെ മൂല്യം എത്രയാണ്? ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് അളക്കുന്നു. 1 മെഗാവാട്ട് സമം 10 വാട്ട്. മെഗാവാട്ട് എന്നത് വലിയ തോതിലുള്ള വൈദ്യുതിയുടെ അളവിനുള്ള ഒരു യൂണിറ്റാണ്. ഇത് പ്രധാനമായും പവർ പ്ലാന്റുകളിലെ ഊർജ്ജ ഉൽപ്പാദനശേഷി, വലിയ വ്യവസായങ്ങളുടെ വൈദ്യുതി ഉപഭോഗം എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഒരു മെഗാവാട്ട് എന്നത് 10 ലക്ഷം വാട്ടിന് തുല്യമാണ്. ഒരു ഹോഴ്സ് പവറിന് എത്ര വാട്ട് തുല്യമാണ്? 746 വാട്ട്. ഹോഴ്സ് പവർ എന്നത് ശക്തി പവർ അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ്. പ്രത്യേകിച്ചും എഞ്ചിനുകളുടെയും മോട്ടോറുകളുടെയും ശക്തി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. വ്യാവസായിക വിപ്ലവകാലത്ത് ജെയിംസ് വാട്ടാണ് ഈ യൂണിറ്റ് അവതരിപ്പിച്ചത്. ഒരു ഹോഴ്സ് പവർ ഏകദേശം 746 വാട്ടിന് തുല്യമാണ്.
ഒരു ക്യൂസെക്കിന്റെ മൂല്യം ലിറ്റർ പ്രതി സെക്കൻഡിൽ എത്രയാണ്? 1 ക്യൂസെക് സമം 28.317 ലിറ്റർ സെക്കൻഡ്. ക്യൂസെക്, കസക്, ക്യൂബക് ഫീറ്റ് പെർ സെക്കൻഡ് എന്നത് ദ്രാവകങ്ങളുടെ ഒഴുക്കിന്റെ തോത് അളക്കുന്ന ഒരു യൂണിറ്റാണ്. പ്രത്യേകിച്ചും നദികളിലെയും കനാലുകളിലെയും ജലപ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ക്യൂബിക് അടി ജലം ഒരു സെക്കൻഡിൽ ഒഴുകുന്ന അളവാണിത്. ജലസേചനം, നദീജല മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രധാനമാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം ഏത് യൂണിറ്റിലാണ് അളക്കുന്നത്? ഡോബ്സൺ യൂണിറ്റ്, ഡു. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡോബ്സൺ യൂണിറ്റ്, ഡോബ്സൺ യൂണിറ്റ്. ബ്രിട്ടീഷ് കാലാവസ്ഥാ നിരീക്ഷകൻ GMB ഡോബ്സന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തുള്ള ഓസോൺ തന്മാത്രകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ യൂണിറ്റ് നിർവചിച്ചിരിക്കുന്നത്. ഇത് ഓസോൺ പാളിയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു ഡോബ്സൺ യൂണിറ്റ്, ഡു, ഒരു ചതുരശ്ര മീറ്ററിൽ എത്ര ഓസോൺ തന്മാത്രകൾ എന്ന് നിർവചിച്ചിരിക്കുന്നു? ഒരു ഡോബ്സൺ യൂണിറ്റ്, ഡു, സമം 2.69 ഗുണം 1020 ഓസോൺ തന്മാത്രകൾ ഒരു ചതുരശ്ര മീറ്ററിൽ. ഡോബ്സൺ യൂണിറ്റ് എന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ സാന്ദ്രത അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ്. ഒരു ഡോബ്സൺ യൂണിറ്റ് എന്നാൽ 2.69 ഗുണം 1020 ഓസോൺ തന്മാത്രകൾ ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അന്തരീക്ഷ മർദ്ദത്തിലും താപനിലയിലുമുള്ള ഒരു നിരയുടെ കനം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓസോൺ പാളിയുടെ ശോഷണം പഠിക്കുന്നതിന് ഇത് നിർണായകമാണ്. ആങ്സ്ട്രോം എ എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നു? മീറ്ററിൽ അതിന്റെ മൂല്യം എത്രയാണ്? ആങ്സ്ട്രോം വൈദ്യുതകാന്തിക തരംഗങ്ങളുടെയും പ്രകാശത്തിന്റെയും തരംഗദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്നു. അതിന്റെ മൂല്യം 1 സമം 10⁻1 m ആണ്. ആങ്സ്ട്രോം എ എന്നത് വളരെ ചെറിയ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. പ്രത്യേകിച്ച് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം, ആറ്റങ്ങളുടെ വലിപ്പം, ക്രിസ്റ്റൽ ഘടന എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. സ്വീഡിഷ് ഭൗതികശാസ്ത്രജ്ഞനായ ആൻഡേഴ്സ് ജോനാസ് ആങ്സ്ട്രോമിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടതാണിത്. ഒരു ആങ്സ്ട്രോം എന്നത് 10⁻1 മീറ്ററിന് തുല്യമാണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ന്യൂട്ടനുമായുള്ള അതിന്റെ ബന്ധം എന്താണ്? ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്. 1 ന്യൂട്ടൺ സമം 10 ഡൈൻ. ഡൈൻ എന്നത് ബലത്തിന്റെ CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റാണ്. 1 ഗ്രാം പിണ്ഡമുള്ള വസ്തുവിൽ 1 സെന്റിമീറ്റർ സെക്കൻഡ് വർഗം ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണിത്. സി യൂണിറ്റായ ന്യൂട്ടനുമായി ഇതിന് ഒരു ബന്ധമുണ്ട്. 1 ന്യൂട്ടൺ എന്നത് 1,00,000 ഡൈനിന് തുല്യമാണ്. ഒരു നാനോമീറ്റർ മീറ്ററിൽ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു? 1 നാനോമീറ്റർ സമം 10⁻9 മീറ്റർ. നാനോമീറ്റർ എന്നത് നീളം അളക്കുന്നതിനുള്ള ഒരു മെട്രിക് യൂണിറ്റാണ്. ഇത് മീറ്ററിന്റെ 1 ബില്യൺ ഭാഗത്തിന് 10⁻9 മീറ്റർ തുല്യമാണ്. നാനോ ടെക്നോളജി, തന്മാത്രാ ജീവശാസ്ത്രം, ഒപ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ വളരെ ചെറിയ അളവുകൾ സൂചിപ്പിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് DNA വ്യാസം നാനോമീറ്ററിലാണ് അളക്കുന്നത്. ആവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്, NS. ആവേഗം, ഇമ്പൾസ്, ഒരു വസ്തുവിൽ ഒരു ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവാണ്. ഇതൊരു വസ്തുവിന്റെ ആക്കത്തിലുള്ള മാറ്റത്തിന് തുല്യമാണ്. ന്യൂട്ടൺ സെക്കൻഡ് എന്നത് ബലത്തിന്റെ ന്യൂട്ടൺ സമയത്തിന്റെയും സെക്കൻഡ് ഗുണനഫലമാണ്. ഇത് ആക്കത്തിന്റെ യൂണിറ്റിന് സമാനമാണ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എന്താണ്? ജൂളുമായി അതിനുള്ള ബന്ധം എന്താണ്? പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എർഗ് ആണ്. 1 ജൂൾ സമം 10 എർഗ്. എർഗ് ERG എന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. CGS സമ്പ്രദായത്തിൽ പ്രവൃത്തിയുടെയും ഊർജ്ജത്തിന്റെയും യൂണിറ്റാണ്. ഇത് ഒരു ഡൈൻ ബലം 1 സെന്റിമീറ്റർ ദൂരത്തേക്ക് പ്രയോഗിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണ്. അന്താരാഷ്ട്ര ഏകക സമ്പ്രദായത്തിൽ സി പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. 1 ജൂൾ എന്നത് 10 ദശലക്ഷം എർഗിന് തുല്യമാണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ, dB. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഒരു ലോഗരിതമിക് യൂണിറ്റാണ് ഡെസിബൽ, dB. മനുഷ്യന്റെ കേൾവിശക്തിയുടെ പരിധി വളരെ വലുതായതിനാൽ ശബ്ദതീവ്രത അളക്കാൻ ലോഗരിതമിക് സ്കെയിൽ ഉപയോഗിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമാണ്. ഒരു ശബ്ദത്തിന്റെ തീവ്രത ഒരു റഫറൻസ് തീവ്രതയുമായി താരതമ്യം ചെയ്താണ് ഡെസിബലിൽ പ്രസ്താവിക്കുന്നത്. റേഡാറിന്റെ പൂർണ്ണരൂപം എന്താണ്?
റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ്, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് എന്നത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വസ്തുക്കളുടെ ദൂരം, വേഗത, ദിശ എന്നിവ കണ്ടെത്തുന്ന ഒരു സംവിധാനമാണ്. ഇത് വ്യോമയാനം, കാലാവസ്ഥാ നിരീക്ഷണം, സൈനിക ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ഉപയോഗിക്കുന്നു. റേഡിയോ തരംഗങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് അയക്കുകയും പ്രതിഫലിച്ചുവരുന്ന തരംഗങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. സോണാറിന്റെ പൂർണ്ണ രൂപം എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിംഗ്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിംഗ്. സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിംഗ് എന്നത് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്താനും മാപ്പ് ചെയ്യാനും ശബ്ദതരംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. അന്തർവാഹിനികൾ, മത്സ്യബന്ധനം, സമുദ്ര ഗവേഷണം എന്നിവയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ശബ്ദതരംഗങ്ങൾ പുറത്തുവിട്ട് അവയുടെ പ്രതിഫലനം അളക്കുന്നതിലൂടെ വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നു. ബലത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? MLT വർഗം. ഒരു ഭൗതിക അളവിനെ അടിസ്ഥാന അളവുകളുടെ മാസ് m, നീളം l, സമയം t എന്നിവ പോലുള്ളവ ഘാതങ്ങളായി പ്രകടിപ്പിക്കുന്നതാണ് ഡയമെൻഷണൽ ഫോർമുല. ബലം എന്നത് മാസ് m ഗുണം ത്വരണം LT വർഗം ആയതുകൊണ്ട് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല MLT വർഗം ആണ്. ഇത് ഭൗതികശാസ്ത്രത്തിലെ യൂണിറ്റുകളെയും സമവാക്യങ്ങളെയും സ്ഥിരീകരിക്കാൻ സഹായിക്കുന്നു. പ്രവൃത്തിയുടെയും ഊർജ്ജത്തിന്റെയും ഡയമെൻഷണൽ ഫോർമുല എന്താണ്? മില്ലിലീറ്റർ വർഗം T വർഗം. പ്രവൃത്തിയും ഊർജ്ജവും ഒരേ ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നതിനാൽ അവയ്ക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. പ്രവൃത്തി എന്നത് ബലം MLT വർഗം ഗുണം ദൂരം L ആയതിനാൽ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല മില്ലിലീറ്റർ വർഗം T വർഗം ആകുന്നു. ഈ ഡയമെൻഷണൽ ഫോർമുല ഊർജ്ജത്തിന്റെ വിവിധ രൂപങ്ങളായ ഗതികോർജ്ജം, സ്ഥിതികോർജ്ജം എന്നിവയ്ക്കും ബാധകമാണ്. പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? മില്ലിലീറ്റർ വർഗം T ഘാതം 3. പവർ എന്നത് ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു. പ്രവൃത്തിയുടെ ഡയമെൻഷണൽ ഫോർമുല മില്ലിലീറ്റർ വർഗം T വർഗം ആണെന്നും പവർ എന്നാൽ പ്രവൃത്തി, സമയം T ആണെന്നും ഉള്ളതുകൊണ്ട് പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല മില്ലിലീറ്റർ വർഗം T വർഗം T സമം മില്ലിലീറ്റർ വർഗം T ഘാതം 3 ആകുന്നു. ഇത് പവറിന്റെ യൂണിറ്റായ വാട്ടിന് അനുരൂപമാണ്. മർദ്ദത്തിന്റെയും പ്രതിബലത്തിന്റെയും ഡയമെൻഷണൽ ഫോർമുല എന്താണ്? മില്ലിലീറ്റർ ഘാതം 1 T വർഗം. മർദ്ദവും പ്രതിബലവും, സ്ട്രെസ്, ഒരേ ഭൗതിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതിനാൽ അവയ്ക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. മർദ്ദം എന്നത് യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ്. ബലത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല MLT വർഗം ആണെന്നും വിസ്തീർണം L വർഗം ആണെന്നും ഉള്ളതുകൊണ്ട് മർദ്ദത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല MLT വർഗം L വർഗം സമം മില്ലിലീറ്റർ ഘാതം 1 T വർഗം ആകുന്നു. ഇത് പാസ്കൽ എന്ന യൂണിറ്റിന് തുല്യമാണ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന 4 സ്കെയിലുകൾ ഏതെല്ലാമാണ്? താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന 4 സ്കെയിലുകൾ സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, റിയൂമർ എന്നിവയാണ്. താപനില അളക്കുന്നതിനുള്ള 4 പ്രധാന സ്കെയിലുകളാണ് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, റിയൂമർ എന്നിവ. ഈ സ്കെയിലുകൾക്ക് വെള്ളത്തിന്റെ തണുത്തുറിയുന്നതിനെയും തിളയ്ക്കുന്നതിനെയും അടിസ്ഥാനമാക്കി വ്യത്യസ്ത റഫറൻസ് പോയിന്റുകളുണ്ട്. കെൽവിൻ സ്കെയിലാണ് ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്ന C യൂണിറ്റ്. മനുഷ്യന്റെ ചെവിക്ക് കേൾവിയുടെ സ്ഥിരത എത്രയാണ്? 1/10 സെക്കൻഡ് വരെ. മനുഷ്യന്റെ ചെവിക്ക് 1/10 സെക്കൻഡ് വരെയാണ് കേൾവിയുടെ സ്ഥിരത. ഇതിനർത്ഥം ഒരു ശബ്ദം അവസാനിച്ചതിനു ശേഷവും അതിന്റെ പ്രതീതി ഈ സമയം വരെ നിലനിൽക്കുമെന്നാണ്. ഈ പ്രതിഭാസം പ്രതിധ്വനി, എക്കോ പോലുള്ള ശബ്ദ പ്രസരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമാണ്. ശബ്ദത്തിന്റെയും കമ്പനങ്ങളുടെയും പശ്ചാത്തലത്തിൽ അനുരണനം, റെസൊനൻസ് എന്നാൽ എന്ത്? അനുരണനം എന്നാൽ ഒരു വസ്തുവിന്റെ സ്വാഭാവിക കമ്പനത്തിന്റെ ആവൃത്തി ബാഹ്യമായ ഒരു ആവൃത്തിയുമായി പൊരുത്തപ്പെടുമ്പോൾ അസാധാരണമാംവിധം വലിയ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. ഒരു വസ്തുവിന്റെ സ്വാഭാവിക കമ്പനത്തിന്റെ ആവൃത്തി ബാഹ്യമായ ഒരു ബലത്തിന്റെ ആവൃത്തിയുമായി ഒത്തുപോകുമ്പോൾ കമ്പനം തീവ്രമാവുകയും വലിയ ആംപ്ലിറ്റ്യൂഡിൽ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അനുരണനം. ഇത് പാലങ്ങളുടെ തകർച്ച, ഗ്ലാസുകൾ പൊട്ടുന്നത് തുടങ്ങിയ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശബ്ദത്തിന്റെ ഇന്റർഫെറൻസ് നിർവചിക്കുക.
ഒരേ ആവൃത്തിയോടും ആംപ്ലിറ്റ്യൂഡോടും കൂടിയ രണ്ട് ശബ്ദതരംഗങ്ങൾ ഒരു മാധ്യമത്തിലൂടെ ഒരേ സമയം പ്രചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ശബ്ദത്തിന്റെ തീവ്രതയിൽ പെട്ടെന്നുണ്ടാകുന്ന വർധനവോ കുറവോ ആണ് ശബ്ദത്തിന്റെ ഇന്റർഫെറൻസ്. ശബ്ദതരംഗങ്ങൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവയുടെ തീവ്രതയിൽ മാറ്റം വരുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. ഒരേ ആവൃത്തിയുള്ള രണ്ട് ശബ്ദതരംഗങ്ങൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ അവയുടെ തരംഗങ്ങൾ ചേർന്ന് ശക്തി കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇത് ശബ്ദത്തിന്റെ പാറ്റേണുകളിൽ വ്യത്യാസം വരുത്തും. ശബ്ദത്തിന്റെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? രണ്ട് ശബ്ദതരംഗങ്ങൾ ഒരു ബിന്ദുവിൽ ഒരേ ഘട്ടത്തിൽ ഫേസ് എത്തുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് സംഭവിക്കുന്നു. ഇത് ശബ്ദ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എന്നത് രണ്ട് ശബ്ദതരംഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവയുടെ ഉച്ച വർദ്ധിക്കുന്ന പ്രതിഭാസമാണ്. തരംഗങ്ങളുടെ ഉയർന്ന ഭാഗങ്ങൾ ക്രെസ്റ്റ്സ് ഒന്നിക്കുകയും താഴ്ന്ന ഭാഗങ്ങൾ ട്രഫ്സ് ഒന്നിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ആംപ്ലിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുകയും ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശബ്ദത്തിന്റെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു മാധ്യമത്തിലെ ഏതെങ്കിലും ബിന്ദുവിൽ രണ്ട് ശബ്ദതരംഗങ്ങൾ വിപരീത ഘട്ടങ്ങളിൽ ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് സംഭവിക്കുന്നു. ഇത് ശബ്ദ തീവ്രത കുറക്കുന്നു. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് സംഭവിക്കുന്നത് രണ്ട് ശബ്ദതരംഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവയുടെ ഉച്ച കുറയുകയോ പരസ്പരം റദ്ദാക്കുകയോ ചെയ്യുമ്പോഴാണ്. ഒരു തരംഗത്തിന്റെ ഉയർന്ന ഭാഗം ക്രെസ്റ്റ് മറ്റൊരു തരംഗത്തിന്റെ താഴ്ന്ന ഭാഗവുമായി ട്രോഫ് കൂടിച്ചേരുമ്പോഴാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നത്. ഇത് ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കുകയും ശബ്ദം മങ്ങിയതാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. ശബ്ദത്തിന്റെ വിഭംഗനം ഡിഫ്രാക്ഷൻ എന്നാൽ എന്ത്? ശബ്ദതരംഗങ്ങൾ അവയുടെ പാതയിലുള്ള ഒരു തടസ്സത്തിന്റെ അരികുകളിലൂടെ വളഞ്ഞുപോകുന്ന പ്രതിഭാസമാണ് ശബ്ദത്തിന്റെ വിഭംഗനം. ശബ്ദതരംഗങ്ങൾ ഒരു തടസ്സത്തിൽ തട്ടുമ്പോൾ അവയുടെ സഞ്ചാരപാതയിൽ വ്യതിചലനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് വിഭംഗനം. ഇതിനാലാണ് നമുക്ക് ഒരു ചുമരിന്റെ പിന്നിൽ നിന്നുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. തരംഗദൈർഘ്യത്തിന് തുല്യമോ അതിൽ കൂടുതലോ ആയ തടസ്സങ്ങളിലാണ് വിഭംഗനം കൂടുതൽ പ്രകടമാകുന്നത്. ഡോപ്ലർ പ്രഭാവം, ഡോപ്ലർ എഫക്റ്റ് നിർവചിക്കുക. ഡോപ്ലർ പ്രഭാവം എന്നാൽ ശബ്ദത്തിന്റെ ഉറവിടമോ നിരീക്ഷകനോ പരസ്പരം ആപേക്ഷികമായി ചലിക്കുമ്പോൾ ശബ്ദതരംഗത്തിന്റെ ആവൃത്തിയിൽ ഉണ്ടാകുന്ന പ്രകടമായ മാറ്റമാണ്. ഡോപ്ലർ പ്രഭാവം എന്നത് ഒരു ചലിക്കുന്ന ശബ്ദസ്രോതസ് നിരീക്ഷകനോട് അടുക്കുകയോ അകലുകയോ ചെയ്യുമ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഉദാഹരണത്തിന്, ആംബുലൻസ് അടുത്തുവരുമ്പോൾ ഉയർന്ന ശബ്ദവും അകന്നുപോകുമ്പോൾ താഴ്ന്ന ശബ്ദവും കേൾക്കുന്നത് ഡോപ്ലർ പ്രഭാവം മൂലമാണ്. പ്രകാശതരംഗങ്ങളിലും ഈ പ്രഭാവം കാണാൻ കഴിയും. മാക് നമ്പർ എങ്ങനെയാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്? ഒരു നിശ്ചിത മാധ്യമത്തിലെ ഒരേ താപനിലയിലും മർദ്ദത്തിലും ഒരു വസ്തുവിന്റെ വേഗതയും ശബ്ദത്തിന്റെ വേഗതയും തമ്മിലുള്ള അനുപാതമാണ് മാക് നമ്പർ. മാക് നമ്പർ ഒരു വസ്തുവിന്റെ വേഗതയെ ആ മാധ്യമത്തിലെ ശബ്ദത്തിന്റെ വേഗതയുമായി താരതമ്യം ചെയ്യുന്നു. ഇത് വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും വേഗത അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സൂപ്പർസോണിക് വേഗത നിർണ്ണയിക്കാൻ മാക് നമ്പർ സഹായിക്കുന്നു. സൂപ്പർസോണിക് വേഗത, സൂപ്പർസോണിക് സ്പീഡ് എന്നാൽ എന്ത്? സൂപ്പർസോണിക് വേഗത എന്നാൽ ഒരു വസ്തുവിന്റെ വേഗത ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടുതലായിരിക്കുകയും തൽഫലമായി മാക് നമ്പർ 1 കൂടുതലാകുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് സൂപ്പർസോണിക് വേഗത എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ മാക് നമ്പർ എപ്പോഴും 1 കൂടുതലായിരിക്കും. സൂപ്പർസോണിക് വിമാനങ്ങളും റോക്കറ്റുകളുമാണ് ഈ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ശബ്ദമതിൽ സൗണ്ട് ബാരിയർ ഭേദിക്കുമ്പോൾ ഉണ്ടാകുന്ന സോണിക് ബൂം, സോണക് ബൂം ഇതിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. സബ്സോണിക് വേഗതയെ നിർവചിക്കുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ വേഗത ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറവായിരിക്കുമ്പോൾ അതിനെ സബ്സോണിക് വേഗത എന്ന് പറയുന്നു. അതായത് അതിന്റെ മാക് നമ്പർ 1 താഴെയാണ്. സബ്സോണിക് വേഗത എന്നാൽ ഒരു വസ്തുവിന്റെ വേഗത ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറവായിരിക്കുന്ന അവസ്ഥയാണ്. ഇത് ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ ഒരു പ്രധാന ആശയമാണ്. സാധാരണയായി മാക് നമ്പർ 1 കുറവുള്ളതിനെയാണ് ഇങ്ങനെ നിർവചിക്കുന്നത്. വിമാനങ്ങളുടെ രൂപകൽപ്പനയിലും എയറോഡൈനാമിക്സിലും ഈ തത്വം നിർണായകമാണ്. ഹൈപ്പർസോണിക് വേഗതയെ നിർവചിക്കുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ മാക് നമ്പർ 5 കൂടുതലായിരിക്കുന്ന വേഗതയാണ് ഹൈപ്പർസോണിക് വേഗതയായി നിർവചിക്കുന്നത്. ഹൈപ്പർസോണിക് വേഗത എന്നാൽ ഒരു വസ്തുവിന്റെ മാക് നമ്പർ 5 കൂടുതലായിരിക്കുന്ന അസാധാരണമായ ഉയർന്ന വേഗതയാണ്.
ബാലിസ്റ്റിക് മിസൈലുകൾ, ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയിൽ ഈ വേഗത പരിഗണിക്കുന്നു. അതിതീവ്രമായ താപനിലയും മർദ്ദവും ഹൈപ്പർസോണിക് ഫ്ലൈറ്റിന്റെ സവിശേഷതകളാണ്. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു എന്തരം തരംഗമാണ് അവശേഷിപ്പിക്കുന്നത്? ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഷോക്ക് വേവ് എന്നറിയപ്പെടുന്ന ഒരു കോണാകൃതിയിലുള്ള തരംഗമാണ് അവശേഷിപ്പിക്കുന്നത്. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ മുന്നിൽ വായു കംപ്രസ് ചെയ്യപ്പെടുന്നതിനാൽ ഒരു ഷോക്ക് വേവ് രൂപപ്പെടുന്നു. ഇത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ചുറ്റുമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. സോണിക് ബൂം ഇതിന്റെ ഒരു ഉദാഹരണമാണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡിയോമീറ്റർ. ഓഡിയോമീറ്റർ എന്നത് ശബ്ദത്തിന്റെ തീവ്രതയും ആവൃത്തിയും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് പ്രധാനമായും കേൾവി പരിശോധനകൾക്കായി ഓഡിയോഗ്രാം മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്നു. ശബ്ദ മലിനീകരണം അളക്കുന്നതിനും ഈ ഉപകരണം സഹായകമാണ്. തെർമോഡൈനാമിക്സിൽ താപത്തെ നിർവചിക്കുക. വ്യത്യസ്ത താപനിലയിലുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അവയ്ക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ്ജമാണ് താപം. താപനിലയുടെ സമതുലിതാവസ്ഥയിൽ എത്തുന്നതുവരെ ചൂടുള്ള വസ്തുവിൽ നിന്ന് തണുത്ത വസ്തുവിലേക്ക് ഇത് പ്രവഹിക്കുന്നു. താപം എന്നത് ഒരു ഊർജ്ജരൂപമാണ്. അത് താപനിലയിലെ വ്യത്യാസം കാരണം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവഹിക്കുന്നു. തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം ഊർജ്ജ സംരക്ഷണ തത്വത്തെയും താപം, പ്രവൃത്തി, ആന്തരിക ഊർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെയും വിശദീകരിക്കുന്നു. കലോറിയും ജൂളും താപത്തിന്റെ യൂണിറ്റുകളാണ്. താപത്തിന്റെ യാന്ത്രിക തുല്യത ജെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? താപത്തിന്റെ യാന്ത്രിക തുല്യത ജെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രവൃത്തിയും ഡബ്ല്യു താപവും ക്യു തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇത് ജെ സമം എന്ന് നിർവചിക്കപ്പെടുന്നു. താപത്തിന്റെ യാന്ത്രിക തുല്യത ജെ എന്നത് താപവും യാന്ത്രിക പ്രവൃത്തിയും തമ്മിലുള്ള പരിവർത്തനാനുപാതത്തെ വ്യക്തമാക്കുന്നു. ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് ഈ ആശയം മുന്നോട്ടുവെച്ചത്. ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഒരു പ്രധാന വശമാണിത്. താപവും യാന്ത്രിക പ്രവൃത്തിയും ഒരേ ഊർജ്ജരൂപത്തിന്റെ വ്യത്യസ്ത പ്രകടനങ്ങളാണെന്ന് ഇത് കാണിക്കുന്നു. താപത്തിന്റെ യാന്ത്രിക തുല്യതയുടെ ജെ മൂല്യം എത്രയാണ്? താപത്തിന്റെ യാന്ത്രിക തുല്യതയുടെ ജെ മൂല്യം 4.184 ജൂൾ കലോറിയാണ്. താപത്തിന്റെ യാന്ത്രിക തുല്യതയുടെ മൂല്യം ഏകദേശം 4.184 ജൂൾ കലോറിയാണ്. ഇതിനർത്ഥം 1 കലോറി താപം ഉൽപ്പാദിപ്പിക്കാൻ 4.184 ജൂൾ യാന്ത്രിക പ്രവൃത്തി ആവശ്യമാണ് എന്നാണ്. ഈ സ്ഥിരമായ മൂല്യം താപത്തെയും പ്രവൃത്തിയെയും ഒരേ യൂണിറ്റിൽ ജൂൾ അളക്കാൻ സഹായിക്കുന്നു. താപത്തിന്റെ എസ്ഐ യൂണിറ്റ് എന്താണ്? ജൂൾ. ഊർജ്ജത്തിന്റെ എസ്ഐ യൂണിറ്റായ ജൂളാണ് താപത്തിന്റെയും എസ്ഐ യൂണിറ്റ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ആദരസൂചകമായി ഈ പേര് നൽകപ്പെട്ടു. കലോറി, BETU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്നിവ താപത്തിന്റെ മറ്റ് യൂണിറ്റുകളാണ്. എന്നാൽ ശാസ്ത്രീയ കണക്കുകൂട്ടലുകളിൽ ജൂളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. താപവികിരണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബോളോമീറ്റർ. ബോളോമീറ്റർ എന്നത് താപവികിരണം, പ്രത്യേകിച്ച് ഇൻഫ്രാറെഡ് വികിരണം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസിറ്റീവ് ഉപകരണമാണ്. ഇതിന്റെ പ്രവർത്തനം താപനിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഒരു പ്രതിരോധകത്തിന്റെ വൈദ്യുത പ്രതിരോധം മാറുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇത് ജ്യോതിശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രമേഖലകളിലും ഉപയോഗിക്കുന്നു. കലോറി, ചെറിയ കലോറി എന്ന താപ യൂണിറ്റിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? 1 ഗ്രാം വെള്ളത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് 1 കലോറി. 1 കലോറി എന്നത് 1 ഗ്രാം വെള്ളത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവാണ്. ഇത് ഊർജ്ജത്തിന്റെ ഒരു യൂണിറ്റാണ്, പ്രത്യേകിച്ചും താപം അളക്കാൻ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിലെ ഊർജ്ജം കണക്കാക്കാൻ സാധാരണയായി കിലോകലോറി, വലിയ കലോറി ആണ് ഉപയോഗിക്കുന്നത്. 1 കിലോകലോറി എന്നാൽ 1000 കലോറിയാണ്. ഇന്റർനാഷണൽ കലോറി എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? 1 ഗ്രാം ശുദ്ധജലത്തിന്റെ താപനില 14.5 ഡിഗ്രി സി-യിൽ നിന്ന് 15.5 ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് ഒരു ഇന്റർനാഷണൽ കലോറി. ഇന്റർനാഷണൽ കലോറി എന്നത് താപത്തെ അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ്. 1 ഗ്രാം വെള്ളത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഊർജ്ജത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഊർജ്ജത്തിന്റെ സി യൂണിറ്റ് ജൂൾ ആണെങ്കിലും ഭക്ഷണത്തിലെ ഊർജ്ജം പോലുള്ള ചില സന്ദർഭങ്ങളിൽ കലോറി ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്.
ഒരു ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? ഒരു പൗണ്ട് വെള്ളത്തിന്റെ താപനില 1 ഡിഗ്രി ഫാരൻഹീറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് ഒരു ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU. BTU എന്നത് താപത്തെ അളക്കുന്നതിനുള്ള ഒരു പരമ്പരാഗത യൂണിറ്റാണ്. പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലും ഇത് HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങളുടെ ശേഷി കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. ഒരു BTU ഏകദേശം 1055 ജൂളിന് തുല്യമാണ്. ഒരു തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ. മെഡിക്കൽ, വ്യാവസായിക, ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായി ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ദ്രാവകങ്ങൾ, ഉദാഹരണം മെർക്കുറി, ആൽക്കഹോൾ ഉപയോഗിച്ചാണ് മിക്ക തെർമോമീറ്ററുകൾ പ്രവർത്തിക്കുന്നത്. സെൽഷ്യസ് സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനിലയും തിളനിലയും എത്രയാണ്? സെൽഷ്യസ് സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസും തിളനില 100 ഡിഗ്രി സെൽഷ്യസുമാണ്. സെൽഷ്യസ് സ്കെയിൽ ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു താപനില സ്കെയിലാണ്. ഇതിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനില 0 ഡിഗ്രിയായും തിളനില 100 ഡിഗ്രിയായും കണക്കാക്കുന്നു. ഈ സ്കെയിലിനെ സെന്റിഗ്രേഡ് സ്കെയിൽ എന്നും അറിയപ്പെടുന്നു. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത്. സ്വീഡിഷ് ജ്യോതിശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ ആൻഡേഴ്സ് സെൽഷ്യസ് 1742 സെൽഷ്യസ് സ്കെയിൽ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം ജലത്തിന്റെ തിളനില 0 ഡിഗ്രിയായും തണുത്തുറയുന്ന താപനില 100 ഡിഗ്രിയായുമാണ് നിർവചിച്ചത്. പിന്നീട് കാൾ ലിന്നേയസ് ഇതിനെ തിരുത്തി ഇന്നത്തെ രൂപത്തിലാക്കി. ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനിലയും തിളനിലയും എത്രയാണ്? ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനില 32 ഡിഗ്രി ഫാരൻഹീറ്റും തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. ഫാരൻഹീറ്റ് സ്കെയിൽ പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്നത്. ഈ സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനില 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയും തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയും നിശ്ചയിച്ചിരിക്കുന്നു. തണുത്തുറയുന്ന താപനിലയ്ക്കും തിളനിലയ്ക്കുമിടയിൽ 180 ഡിഗ്രി വ്യത്യാസമുണ്ട്. ഫാരൻഹീറ്റ് സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ്? ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റാണ് ഫാരൻഹീറ്റ് സ്കെയിൽ ആവിഷ്കരിച്ചത്. 1724 ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ് ഫാരൻഹീറ്റ് സ്കെയിൽ അവതരിപ്പിച്ചത്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചതും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സ്കെയിൽ യൂറോപ്പിലും പിന്നീട് മറ്റ് രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. കെൽവിൻ സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനിലയും തിളനിലയും എത്രയാണ്? കെൽവിൻ സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനില 273 കെയും തിളനില 373 കെയുമാണ്. കെൽവിൻ സ്കെയിൽ ഊർജ്ജതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു കേവല താപനില സ്കെയിലാണ്. ഇതിൽ 0 കെൽവിൻ എന്നാൽ കേവല 0 ആബ്സല്യൂട്ട് 0 ആണ്, അതായത് എല്ലാ തന്മാത്രാ ചലനങ്ങളും നിലയ്ക്കുന്ന താപനില. ഈ സ്കെയിലിൽ നെഗറ്റീവ് താപനിലകളില്ല. കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചതായി ആരെയാണ് കണക്കാക്കുന്നത്? ബ്രിട്ടീഷ് എഞ്ചിനീയറായ വില്യം തോംസൺ അഥവാ ലോർഡ് കെൽവിനെയാണ് കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചതായി കണക്കാക്കുന്നത്. ബ്രിട്ടീഷ് ഭൗതികശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ വില്യം തോംസൺ ലോർഡ് കെൽവിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1848 അദ്ദേഹം കേവല താപനില സ്കെയിൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ അവതരിപ്പിച്ചു. ഇത് പിന്നീട് കെൽവിൻ സ്കെയിൽ എന്ന് അറിയപ്പെട്ടു. ശാസ്ത്രീയ പഠനങ്ങളിലും അളവുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കെൽവിൻ സ്കെയിലിൽ ഡിഗ്രി ചിഹ്നം ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, കെൽവിൻ സ്കെയിലിൽ കെ ഡിഗ്രി ചിഹ്നം ഡിഗ്രി ഉപയോഗിക്കാറില്ല. കെൽവിൻ ഒരു കേവല താപനില സ്കെയിലാണ്. ഇത് താപഗതിക താപനിലയുടെ C യൂണിറ്റാണ്. ഇത് സെൽഷ്യസ് സ്കെയിലിനെപ്പോലെ ഡിഗ്രി ചിഹ്നം ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് കേവല 0 നിന്നാണ് ആരംഭിക്കുന്നത്. റിയോമർ സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്നതിന്റെയും തിളയ്ക്കുന്നതിന്റെയും താപനില എത്രയാണ്? റിയോമർ സ്കെയിലിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനില 0 ഡിഗ്രി റിയും തിളക്കുന്ന താപനില 80 ഡിഗ്രി റിയുമാണ്. 1730 റെനെ അൻഹോയിൻ ഫെർചോൾട്ട് ഡി റിയോമർ നിർമ്മിച്ച താപനില സ്കെയിലാണ് റിയോമർ സ്കെയിൽ.
ഇതിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനില 0 ഡിഗ്രി ആയും തിളക്കുന്ന താപനില 80 ഡിഗ്രി ആയും അടയാളപ്പെടുത്തിയിരിക്കുന്നു. സാധാരണയായി തെർമോമീറ്ററുകളിൽ ആൽക്കഹോളാണ് ഉപയോഗിച്ചിരുന്നത്. കേവല 0 ആബ്സല്യൂട്ട് 0 എന്താണ്, അതിന്റെ പ്രാധാന്യമെന്ത്? കേവല 0 എന്നാൽ 0 K -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. തന്മാത്രകളുടെ ചലനം, തന്മാത്രാ കമ്പനം ഏറ്റവും കുറവോ ഏകദേശം 0 ആകുന്ന താപനിലയുടെ സൈദ്ധാന്തികമായ ഏറ്റവും കുറഞ്ഞ പരിധിയാണിത്. താപഗതിക താപനിലയുടെ ഏറ്റവും കുറഞ്ഞ പരിധിയാണ് കേവല 0 കെൽവിൻ. ഈ താപനിലയിൽ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ചലനാത്മക ഊർജ്ജം അതിന്റെ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തുന്നു. ഇത് സൈദ്ധാന്തികമായി മാത്രമേ സാധ്യമാകൂ. പ്രായോഗികമായി ഈ താപനിലയിൽ എത്താൻ കഴിയില്ല. 0 K കേവല 0 ന്റെയും 273 K ന്റെയും സെൽഷ്യസ് തുല്യത എത്രയാണ്? 0 K എന്നത് -273.15 ഡിഗ്രി C ന് തുല്യമാണ്. കൂടാതെ 273 K എന്നത് 0 ഡിഗ്രി C ന് തുല്യമാണ്. സെൽഷ്യസ് സ്കെയിലിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ C = K 273.15 എന്ന സൂത്രവാക്യം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് 0 K എന്നത് -273.15 ഡിഗ്രി C നും 273.15 K എന്നത് 0 ഡിഗ്രി C നും തുല്യമാണ്. പൊതുവായ കണക്കുകൂട്ടലുകൾക്ക് 273 എന്ന് ഉപയോഗിക്കുന്നു. -39 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള വളരെ കുറഞ്ഞ താപനില അളക്കുന്നതിന് ആൽക്കഹോൾ തെർമോമീറ്ററുകൾ തിരഞ്ഞെടുക്കാൻ കാരണമെന്ത്? -39 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള വളരെ കുറഞ്ഞ താപനില അളക്കുന്നതിന് ആൽക്കഹോൾ തെർമോമീറ്ററുകൾ തിരഞ്ഞെടുക്കാൻ കാരണം, മെർക്കുറി -39 ഡിഗ്രി C യിൽ തണുത്തുറയുമ്പോൾ ആൽക്കഹോളിന്റെ തണുത്തുറയുന്ന താപനില -114 ഡിഗ്രി സെൽഷ്യസ് ആയതിനാൽ അത് വളരെ കുറവാണ്. മെർക്കുറിയുടെ തണുത്തുറയുന്ന താപനില -39 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് അതിലും താഴെയുള്ള താപനില അളക്കാൻ ഇത് ഉപയോഗിക്കാനാവില്ല. എന്നാൽ ആൽക്കഹോളിന്റെ തണുത്തുറയുന്ന താപനില -114 ഡിഗ്രി സെൽഷ്യസ് ആയതിനാൽ വളരെ താഴ്ന്ന താപനില അളക്കുന്നതിന് ആൽക്കഹോൾ തെർമോമീറ്ററുകൾ കൂടുതൽ അനുയോജ്യമാണ്. സെൽഷ്യസ്, ഫാരൻഹീറ്റ് സ്കെയിലുകൾക്കിടയിൽ താപനില മാറ്റാനുള്ള സൂത്രവാക്യം എന്താണ്? സെൽഷ്യസ് C ഉം ഫാരൻഹീറ്റ് F ഉം തമ്മിൽ മാറ്റാനുള്ള സൂത്രവാക്യം K 5 F32 എന്നതാണ്. താപനില സ്കെയിലുകൾ തമ്മിലുള്ള പൊതുവായ പരിവർത്തന സൂത്രവാക്യമാണിത്. ഈ സൂത്രവാക്യം ഉപയോഗിച്ച് സെൽഷ്യസ് താപനിലയെ ഫാരൻഹീറ്റിലേക്കും തിരിച്ചും എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്നു. സെൽഷ്യസ്, കെൽവിൻ സ്കെയിലുകൾക്കിടയിൽ താപനില മാറ്റാനുള്ള സൂത്രവാക്യം എന്താണ്? സെൽഷ്യസ് C ഉം കെൽവിൻ K ഉം തമ്മിൽ മാറ്റാനുള്ള സൂത്രവാക്യങ്ങൾ K K 273 എന്നും K C + 273 എന്നുമാണ്. കെൽവിൻ സ്കെയിൽ കേവല 0 അടിസ്ഥാനമാക്കിയുള്ളതാണ്. സെൽഷ്യസ് സ്കെയിൽ ജലത്തിന്റെ തണുത്തുറയുന്ന താപനിലയെ 0 ഡിഗ്രി സെൽഷ്യസ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ രണ്ട് സ്കെയിലുകൾ തമ്മിൽ 273.15 യൂണിറ്റിന്റെ വ്യത്യാസമുണ്ട്. സാധാരണയായി 273 എന്ന സംഖ്യ ഉപയോഗിച്ച് ഈ മാറ്റം നടത്തുന്നു. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റാണ്. 1714 പോളിഷ് ഡച്ച് ഭൗതികശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫാരൻഹീറ്റ് താപനില സ്കെയിലും അദ്ദേഹം വികസിപ്പിച്ചതാണ്. ഒരു മെർക്കുറി തെർമോമീറ്ററിന് സാധാരണയായി എത്ര താപനില പരിധി വരെ എളുപ്പത്തിൽ അളക്കാൻ കഴിയും? ഒരു മെർക്കുറി തെർമോമീറ്ററിന് സാധാരണയായി ഏകദേശം -39 ഡിഗ്രി സെൽഷ്യസ് മുതൽ 357 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില എളുപ്പത്തിൽ അളക്കാൻ കഴിയും. മെർക്കുറിയുടെ തണുത്തുറയുന്ന താപനില -39 ഡിഗ്രി സെൽഷ്യസും തിളക്കുന്ന താപനില 357 ഡിഗ്രി സെൽഷ്യസുമായതിനാൽ ഈ താപനില പരിധിക്കുള്ളിൽ മെർക്കുറി ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കുകയും താപനില കൃത്യമായി അളക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഏതുതരം ഗ്യാസ് തെർമോമീറ്ററാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്? സ്ഥിരവ്യാപ്തവാതക തെർമോമീറ്റർ, കോൺസ്റ്റന്റ് വോള്യൂം ഗ്യാസ് തെർമോമീറ്റർ ആണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. വളരെ കൃത്യമായ താപനില അളവുകൾക്ക് സ്ഥിരവ്യാപ്തവാതക തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. ഈ തെർമോമീറ്റർ വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമാക്കി നിലനിർത്തിക്കൊണ്ട് താപനിലയിലുണ്ടാകുന്ന മർദ്ദവ്യതിയാനം അളക്കുന്നു. ഇത് കേവല 0-നടുത്തുള്ള താപനില അളക്കുന്നതിന് വളരെ ഫലപ്രദമാണ്.
ഒരു സ്ഥിരവ്യാപ്തവാതക തെർമോമീറ്റർ എങ്ങനെയാണ് ആദർശവാതക നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്? ഒരു സ്ഥിരവ്യാപ്തവാതക തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ആദർശവാതക സമവാക്യം PV = nRT അനുസരിച്ച് സ്ഥിരമായ വ്യാപ്തത്തിൽ ഏതൊരു വാതകത്തിന്റെയും കേവല താപനില അതിന്റെ മർദ്ദത്തിന് നേരിട്ട് ആനുപാതികമാണ് എന്ന തത്വത്തിലാണ്. സ്ഥിരവ്യാപ്തവാതക തെർമോമീറ്ററുകൾ താപനില അളക്കാൻ ആദർശവാതക നിയമം ഐഡിയൽ ഗ്യാസ് ലോ ഉപയോഗിക്കുന്നു. ഈ ഉപകരണങ്ങളിൽ വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായി നിലനിർത്തി താപനിലയിലെ മാറ്റങ്ങൾ മർദ്ദത്തിലെ മാറ്റങ്ങളായി രേഖപ്പെടുത്തുന്നു. ഇത് താപനിലയുടെ കൃത്യമായ അളവെടുപ്പിന് സഹായിക്കുന്നു. ഒരു ഹൈഡ്രജൻ വാതക തെർമോമീറ്ററിന് താപനില എത്ര പരിധിയിൽ അളക്കാൻ കഴിയും? ഒരു ഹൈഡ്രജൻ വാതക തെർമോമീറ്ററിന് -200°C മുതൽ 500°C വരെ താപനില അളക്കാൻ കഴിയും. ഹൈഡ്രജൻ വാതക തെർമോമീറ്ററുകൾക്ക് -200°C മുതൽ 500°C വരെയുള്ള താപനില കൃത്യമായി അളക്കാൻ കഴിയും. ഉയർന്ന താപനിലയിൽ ഹൈഡ്രജൻ ലോഹങ്ങളുമായി പ്രതിപ്രവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതിന് ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. കൃത്യമായ താപനില അളവുകൾക്ക് ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഒരു നൈട്രജൻ വാതക തെർമോമീറ്ററിന് താപനില എത്ര പരിധിയിൽ അളക്കാൻ കഴിയും? ഒരു നൈട്രജൻ വാതക തെർമോമീറ്ററിന് +500°C മുതൽ +1500°C വരെ താപനില അളക്കാൻ കഴിയും. നൈട്രജൻ വാതക തെർമോമീറ്ററുകൾക്ക് ഉയർന്ന താപനിലകൾ അളക്കുന്നതിൽ മികച്ചതാണ്. +500°C മുതൽ +1500°C വരെയുള്ള താപനില പരിധിയിൽ ഇവ ഉപയോഗിക്കപ്പെടുന്നു. ഉയർന്ന താപനിലയിൽ നൈട്രജൻ രാസപരമായി നിഷ്ക്രിയമായതിനാൽ ഈ തെർമോമീറ്ററുകൾക്ക് മികച്ച സ്ഥിരത നൽകാൻ കഴിയും. ഒരു ഹീലിയം വാതക തെർമോമീറ്ററിന് താപനില എത്ര പരിധിയിൽ അളക്കാൻ കഴിയും? ഒരു ഹീലിയം വാതക തെർമോമീറ്ററിന് -270°C മുതൽ 1500°C വരെ താപനില അളക്കാൻ കഴിയും. ഹീലിയം വാതക തെർമോമീറ്ററുകൾക്ക് വളരെ താഴ്ന്ന താപനില മുതൽ ഉയർന്ന താപനില വരെ അളക്കാൻ കഴിയും. -270°C എന്നത് കേവല പൂജ്യത്തിനോട് ആബ്സല്യൂട്ട് സീറോ വളരെ അടുത്തുള്ള താപനിലയാണ്. ഹീലിയം ഒരു ഉത്കൃഷ്ട വാതകമായതുകൊണ്ട് താപനിലയുടെ വലിയൊരു പരിധിയിൽ ഇത് സ്ഥിരത നിലനിർത്തുന്നു. ഒരു പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്ററിന് താപനില എത്ര പരിധിയിൽ അളക്കാൻ കഴിയും? ഒരു പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്ററിന് -200°C മുതൽ 1000°C വരെ താപനില അളക്കാൻ കഴിയും. പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്ററുകൾ PRT പ്ലാറ്റിനത്തിന്റെ വൈദ്യുത പ്രതിരോധം താപനിലയ്ക്ക് അനുസരിച്ച് മാറുന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ഇവ -200°C മുതൽ 1000°C വരെയുള്ള താപനില അളക്കുന്നതിന് വളരെ കൃത്യവും വിശ്വസനീയവുമാണ്. വ്യാവസായിക, ശാസ്ത്രീയ ആവശ്യങ്ങൾക്ക് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഒരു തെർമോകപ്പിൾ തെർമോമീറ്ററിന് താപനില എത്ര പരിധിയിൽ അളക്കാൻ കഴിയും? ഒരു തെർമോകപ്പിൾ തെർമോമീറ്ററിന് 270°C മുതൽ 1800°C വരെ താപനില അളക്കാൻ കഴിയും. തെർമോകപ്പിൾ തെർമോമീറ്ററുകൾ സീബെക്ക് പ്രഭാവത്തെ സീബെക്ക് എഫക്ട് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. വ്യത്യസ്ത ലോഹങ്ങളുടെ 2 വയറുകൾ ചേർത്തുവെച്ച് അവയുടെ സന്ധികളിൽ താപനില വ്യത്യാസമുണ്ടാകുമ്പോൾ ഒരു വോൾട്ടേജ് ഉത്പാദിപ്പിക്കപ്പെടുന്നു. 270°C മുതൽ 1800°C വരെയുള്ള ഉയർന്ന താപനിലകൾ അളക്കുന്നതിന് ഇവ വളരെ അനുയോജ്യമാണ്. ഒരു ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് എങ്ങനെയാണ് താപനില അളക്കുന്നത്? ഒരു ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ 500°C മുകളിലുള്ള വസ്തുക്കളുടെ താപനില അളക്കാൻ ഉപയോഗിക്കുന്നു. വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന വികിരണ ഊർജ്ജം മനസ്സിലാക്കി സ്പർശിക്കാതെ തന്നെ താപനില അളക്കാൻ ഇത് സഹായിക്കുന്നു. ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്ററുകൾ വളരെ ഉയർന്ന താപനിലയിലുള്ള വസ്തുക്കളുടെ താപനില സ്പർശിക്കാതെ അളക്കാൻ ഉപയോഗിക്കുന്നു. 500°C മുകളിലുള്ള താപനിലയിൽ വസ്തുക്കൾ പുറത്തുവിടുന്ന താപവികിരണത്തെ തെർമൽ റേഡിയേഷൻ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലോഹശാസ്ത്രം, ഗ്ലാസ് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രധാനമാണ്. ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ഏത് ഭൗതിക നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ സ്റ്റീവൻ ബോൾട്ട്സ്മാൻ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് ഒരു ബ്ലാക്ക് ബോഡിയുടെ യൂണിറ്റ് വിസ്തീർണത്തിൽ നിന്ന് യൂണിറ്റ് സമയത്തിൽ പുറപ്പെടുന്ന ആകെ ഊർജ്ജം E അതിന്റെ കേവല താപനിലയുടെ T⁴ നേരിട്ട് ആനുപാതികമാണ്. E ∑T⁴4. ഇവിടെ സിഗ്മ എന്നത് സ്റ്റീവൻ ബോൾട്ട്സ്മാൻ സ്ഥിരാങ്കമാണ്. സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ നിയമം താപവികിരണത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ഭൗതിക നിയമമാണ്.
ഒരു വസ്തു പുറത്തുവിടുന്ന താപവികിരണ ഊർജ്ജം അതിന്റെ കേവല താപനിലയുടെ 4 ഘാതത്തിന് ആനുപാതികമാണെന്ന് ഈ നിയമം പറയുന്നു. ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്ററുകൾ ഈ തത്വം ഉപയോഗിച്ച് വളരെ ഉയർന്ന താപനില കൃത്യമായി കണക്കാക്കുന്നു. വിശിഷ്ട താപധാരിതയെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? അതിന്റെ സാധാരണ അളവുകൾ എന്തൊക്കെയാണ്? വിശിഷ്ട താപധാരിത എന്നത് ഒരു യൂണിറ്റ് പിണ്ഡമുള്ള പദാർത്ഥത്തിന്റെ താപനില ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവാണ്. ഉദാഹരണത്തിന് ജൂൾ, കിലോ കെൽവിൻ അല്ലെങ്കിൽ വെള്ളത്തിന് 1 കലോറി, ഗ്രാം ഡിഗ്രി സി അല്ലെങ്കിൽ 4.184 ജൂൾ, ഗ്രാം ഡിഗ്രി സി. വിശിഷ്ട താപധാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു പദാർത്ഥത്തിന്റെ താപം സംഭരിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില ഒരു കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജമാണിത്. വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത വിശിഷ്ട താപധാരിതയുണ്ട്. ഉദാഹരണത്തിന് വെള്ളത്തിന് മറ്റു പല പദാർത്ഥങ്ങളെക്കാളും ഉയർന്ന വിശിഷ്ട താപധാരിതയുണ്ട്. താപീയ വികാസം എന്നാൽ എന്താണ്? താപീയ വികാസം എന്നത് ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ അതിന്റെ നീളം, വിസ്തീർണം അല്ലെങ്കിൽ വ്യാപ്തം എന്നിവ വർദ്ധിക്കുന്ന പ്രതിഭാസമാണ്. താപീയ വികാസം തെർമൽ എക്സ്പാൻഷൻ എന്നത് ചൂടാക്കുമ്പോൾ മിക്ക വസ്തുക്കളും വികസിക്കുന്ന ഭൗതിക പ്രതിഭാസമാണ്. തന്മാത്രകളുടെ ചലനം വർദ്ധിക്കുകയും അവ പരസ്പരം അകന്നുപോകുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. പാലങ്ങൾ, റെയിൽപ്പാളങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ താപീയ വികാസം കണക്കിലെടുത്ത് വിടവുകൾ നൽകാറുണ്ട്. താപീയ വികാസം അളക്കാൻ ഉപയോഗിക്കുന്ന 3 ഗുണാങ്കങ്ങൾ ഏതെല്ലാം? താപീയ വികാസം അളക്കാൻ ഉപയോഗിക്കുന്ന 3 ഗുണാങ്കങ്ങൾ രേഖീയ വികാസ ഗുണാങ്കം ആൽഫ, വിസ്തീർണ വികാസ ഗുണാങ്കം ബീറ്റ, വ്യാപ്ത വികാസ ഗുണാങ്കം ഗാമ എന്നിവയാണ്. താപനിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ നീളം, വിസ്തീർണം, വ്യാപ്തം എന്നിവയിലുണ്ടാകുന്ന മാറ്റത്തെ അളക്കാൻ ഈ ഗുണാങ്കങ്ങൾ ഉപയോഗിക്കുന്നു. കരവസ്തുക്കളിലാണ് ഈ താപീയ വികാസം പ്രധാനമായും നിരീക്ഷിക്കപ്പെടുന്നത്. രേഖീയ ആൽഫ, വിസ്തീർണ ബീറ്റ, വ്യാപ്ത ഗാമ, താപീയ വികാസ ഗുണാങ്കങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? താപീയ വികാസ ഗുണാങ്കങ്ങൾ തമ്മിലുള്ള ബന്ധം ആൽഫ, ബീറ്റ, ഗാമ സമം അനുപാതം 1:2:3 എന്നതാണ്. അതായത് ബീറ്റ സമം 2 ആൽഫ എന്നും ഗാമ സമം 3 ആൽഫ എന്നും പറയാം. ഈ അനുപാതം കരവസ്തുക്കളുടെ താപീയ വികാസം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ വലിപ്പത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഈ ഗുണാങ്കങ്ങൾ കൃത്യമായി പ്രതിനിധീകരിക്കുന്നു. നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻസ് സെന്റർ NESAC എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഷില്ലോങ്ങിൽ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസന ആവശ്യങ്ങൾക്കായി ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് NESAC സ്ഥാപിച്ചത്. ഈ മേഖലയിലെ വിഭവ ഭൂപടം, ദുരന്തനിവാരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇത് സഹായം നൽകുന്നു. ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ് IPRC എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹേന്ദ്രഗിരിയിൽ. ISROയുടെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നായ IPRC ദ്രാവക പ്രൊപ്പല്ലന്റ് എഞ്ചിനുകൾ, ക്രയോജനിക് എഞ്ചിനുകൾ എന്നിവയുടെ പരീക്ഷണം, സംരക്ഷണം, വിതരണം എന്നിവയ്ക്ക് ഉത്തരവാദിയാണ്. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആര്യഭട്ട, ഭാസ്കര, ആപ്പിൾ, IRS-1A തുടങ്ങിയ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും നിലവിൽ IRAS, INSAT ഉപഗ്രഹ പരമ്പരകൾ വികസിപ്പിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ISRO സൗകര്യം ഏതാണ്? ISRO സാറ്റലൈറ്റ് സെന്റർ, ബംഗളൂരു, ഇപ്പോൾ ആറാവു സാറ്റലൈറ്റ് സെന്റർ, URSC. ആറാവു സാറ്റലൈറ്റ് സെന്റർ, URSC, മുമ്പ് ISRO സാറ്റലൈറ്റ് സെന്റർ, ISAC എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ എല്ലാ ഉപഗ്രഹങ്ങളുടെയും രൂപകൽപ്പന, വികസനം, നിർമ്മാണം, പരീക്ഷണം എന്നിവയ്ക്ക് ഉത്തരവാദിയാണ്. ആര്യഭട്ട ഉൾപ്പെടെ നിരവധി സുപ്രധാന ഉപഗ്രഹ പരമ്പരകൾ URSCയുടെ സംഭാവനയാണ്. ഇന്ത്യയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദ്വീപ് ഏതാണ്? ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം SDSC ഇന്ത്യയുടെ പ്രാഥമിക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. PSLV, GSLV തുടങ്ങിയ വിക്ഷേപണ വാഹനങ്ങൾ ഇവിടെ നിന്നാണ് ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ TERLS എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ പ്രധാന ഉപയോഗം എന്താണ്? തിരുവനന്തപുരം. ഇത് സൗണ്ടിംഗ് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നു.
തിരുവനന്തപുരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ TRLS 1963 സ്ഥാപിച്ചു. സൗണ്ടിംഗ് റോക്കറ്റുകൾ ഉപയോഗിച്ച് അന്തരീക്ഷ പഠനങ്ങൾ നടത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഭൗമകാന്തിക മധ്യരേഖയോടുള്ള സാമീപ്യം കാരണം ഇത് ശാസ്ത്രീയ പഠനങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് IDSN എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ടത്? ബഹിരാകാശ പേടകങ്ങളുടെ ആരോഗ്യ ഡാറ്റയും പേലോഡ് ഡാറ്റയും തത്സമയം സ്വീകരിക്കുക, പ്രോസസ്സ് ചെയ്യുക, ആർക്കൈവ് ചെയ്യുക, വിതരണം ചെയ്യുക എന്നിവയാണ് ഇതിന്റെ ഉത്തരവാദിത്തം. ബംഗളൂരുവിലെ ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് IDSN വിദൂര ബഹിരാകാശ പേടകങ്ങളിൽ നിന്നുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നിർണായക സൗകര്യമാണ്. ചന്ദ്രയാൻ, മംഗൾയാൻ പോലുള്ള ദൗത്യങ്ങളുടെ വിജയത്തിൽ ഈ കേന്ദ്രം പ്രധാന പങ്കുവഹിച്ചു. പേടകങ്ങളുടെ പ്രവർത്തനവും ശാസ്ത്രീയ വിവരങ്ങളും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും ഇത് സഹായിക്കുന്നു. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSC എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ ധർമ്മം എന്താണ്? ഹൈദരാബാദ്. പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യാനും വ്യോമ സർവേ പഠിക്കാനും റിമോട്ട് സെൻസിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSC റിമോട്ട് സെൻസിംഗ് സാങ്കേതികവിദ്യയുടെ പ്രയോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പ്രകൃതി വിഭവങ്ങളുടെ ഭൂപടം നിർമ്മിക്കുക, ജലലഭ്യത പഠിക്കുക, ദുരന്ത നിരീക്ഷണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഈ കേന്ദ്രം നിർണായക വിവരങ്ങൾ നൽകുന്നു. ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ISRO സൗകര്യങ്ങൾ ഏതാണ്? ഭോപ്പാലിലെയും ഹാസനിലെയും മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി MCF. ഭോപ്പാലിലും ഹാസനിലുമുള്ള മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റികൾ MCF ISROയുടെ ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഉത്തരവാദപ്പെട്ടവയാണ്. ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം നിലനിർത്തുക, ആരോഗ്യനില പരിശോധിക്കുക, കമാൻഡുകൾ അയയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കേന്ദ്രങ്ങൾ നിർവഹിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് IIRS എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ പങ്ക് എന്താണ്? ഡെറാഡൂൺ. റിമോട്ട് സെൻസിംഗിലും GIS-ലും പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നു. ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് IIRS ബഹിരാകാശ സാങ്കേതികവിദ്യയുടെ പ്രയോഗങ്ങളിൽ പരിശീലനം നൽകുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ്. റിമോട്ട് സെൻസിംഗ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ് GIS തുടങ്ങിയ മേഖലകളിൽ ഇത് ഗവേഷണവും വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്നു. ബാലസോർ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ BRLS എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാലസോർ, ഒഡീഷ. ഒഡീഷയിലെ ബാലസോറിൽ സ്ഥിതി ചെയ്യുന്ന ബാലസോർ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ BRLS പ്രധാനമായും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO-യുടെ മിസൈൽ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ്. അബ്ദുൽ കലാം ദ്വീപിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാണ്. ആന്ത്രിക്സ് കോർപ്പറേഷൻ എന്താണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ISROയുടെ വിപണന വിഭാഗമാണ്. ബംഗളൂരുവിൽ സ്ഥിതി ചെയ്യുന്നു. ISROയുടെ വാണിജ്യ വിഭാഗമായ ആന്ത്രിക്സ് കോർപ്പറേഷൻ ബംഗളൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ISRO വികസിപ്പിക്കുന്ന ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനും ഡാറ്റ നൽകുന്നതിനും ബഹിരാകാശ സാങ്കേതികവിദ്യയുടെ വ്യാവസായിക ഉപയോഗത്തിനും ആന്ത്രിക്സ് കോർപ്പറേഷൻ വഴിയൊരുക്കുന്നു. കോൺവെക്സ്, കോൺകേവ് ലെൻസുകളുടെ പവറിന്റെ ചിഹ്ന കൺവെൻഷൻ എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവുമായിരിക്കും. ലെൻസിന്റെ ഫോക്കൽ ദൂരത്തെ ആശ്രയിച്ചാണ് ലെൻസിന്റെ പവർ നിർണ്ണയിക്കുന്നത്. P=1 F. കോൺവെക്സ് ലെൻസുകൾക്ക് പോസിറ്റീവ് ഫോക്കൽ ദൂരവും കോൺകേവ് ലെൻസുകൾക്ക് നെഗറ്റീവ് ഫോക്കൽ ദൂരവുമാണ്. അതിനാൽ ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവും ആയി കണക്കാക്കുന്നു. ഇത് കണ്ണടകളുടെ കുറിപ്പടികളിൽ പ്രധാനമാണ്. ലെൻസിന്റെ പവറിന്റെ C യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ D. ലെൻസിന്റെ പവർ അളക്കുന്നതിനുള്ള അന്താരാഷ്ട്ര യൂണിറ്റാണ് ഡയോപ്റ്റർ. 1 മീറ്റർ ഫോക്കൽ ദൂരമുള്ള ലെൻസിന്റെ പവർ ഒരു ഡയോപ്റ്റർ ആയി കണക്കാക്കുന്നു. ഇത് ലെൻസിന്റെ പ്രകാശത്തെ വ്യതിചലിപ്പിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഒരു ലെൻസിന്റെ പവർ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ലെൻസിന്റെ ഫോക്കൽ ദൂരം F മീറ്ററിൽ രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ പവർ P ഫോക്കൽ ദൂരത്തിന്റെ വ്യുൽക്രമമാണ്. P=1 F. ലെൻസിന്റെ ഫോക്കൽ ദൂരം കുറയുന്തോറും അതിന്റെ പ്രകാശത്തെ വ്യതിചലിപ്പിക്കാനുള്ള കഴിവ് പവർ വർദ്ധിക്കുന്നു. പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസിനെയും
നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസിനെയും സൂചിപ്പിക്കുന്നു. സൺഗ്ലാസുകളുടെ പവർ എത്രയാണ്? 0.0 ഡയോപ്റ്റർ. സൺഗ്ലാസുകൾ പ്രാഥമികമായി പ്രകാശത്തിന്റെ തീവ്രത കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്, അല്ലാതെ കാഴ്ചയെ തിരുത്താനോ മാറ്റിമറിക്കാനോ ഉള്ള കഴിവില്ല. അതിനാൽ അവയ്ക്ക് ഓപ്റ്റിക്കൽ പവർ 0 ഒരു ലെൻസ് ഒരു മാധ്യമത്തിൽ മുക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അതിന്റെ സ്വഭാവം മാറുന്നത്? ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവിന്റെ അപവർത്തന സൂചികയേക്കാൾ കൂടുതൽ അപവർത്തന സൂചികയുള്ള ഒരു മാധ്യമത്തിൽ മുക്കുമ്പോൾ ലെൻസ് അതിന്റെ സ്വഭാവം മാറ്റുന്നു. ഉദാഹരണത്തിന്, ഒരു കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് പോലെ പ്രവർത്തിച്ചേക്കാം. ലെൻസിന്റെ പ്രവർത്തനരീതി അതിലൂടെ കടന്നുപോകുന്ന പ്രകാശത്തിന്റെ അപവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ചുറ്റുമുള്ള മാധ്യമത്തിന്റെ അപവർത്തന സൂചിക ലെൻസിന്റേതിനേക്കാൾ കൂടുതലാകുമ്പോൾ പ്രകാശത്തിന്റെ വളയുന്ന ദിശ വിപരീതമാവുകയും ലെൻസിന്റെ സ്വഭാവം മാറ്റിമറിയുകയും ചെയ്യും. വെള്ളത്തിനകത്തുള്ള ഒരു എയർ ബബിളിന്റെ ദൃശ്യപരമായ ഓപ്റ്റിക്കൽ സ്വഭാവം എന്താണ്? വെള്ളത്തിനകത്തുള്ള ഒരു എയർ ബബിൾ കോൺവെക്സ് ലെൻസ് പോലെ കാണപ്പെടുമെങ്കിലും അത് കോൺകേവ് ലെൻസ് പോലെ പ്രവർത്തിക്കുന്നു. വായുവിന്റെ അപവർത്തന സൂചിക വെള്ളത്തേക്കാൾ കുറവായതിനാൽ വെള്ളത്തിനകത്തെ വായുകുമിള ഒരു കോൺവെക്സ് രൂപമാണെങ്കിലും പ്രകാശത്തെ വിവ്രജിപ്പിക്കുകയും ഡൈവേർജ് കോൺകേവ് ലെൻസിന്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു. പ്രകാശത്തിന്റെ വിഭജനം ഡിസ്പേർഷൻ എന്താണ്? ഒരു പ്രിസം പോലുള്ള മാധ്യമത്തിലൂടെ വെളുത്ത പ്രകാശം കടന്നുപോകുമ്പോൾ അതിന്റെ ഘടകങ്ങളായ 7 നിറങ്ങളായി വെബ്ഗ്യോ പിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ വിഭജനം. പ്രകാശത്തിന്റെ വിഭജനം കാരണം മഴവില്ല് രൂപപ്പെടുന്നു. ഓരോ നിറത്തിനും വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ളതിനാൽ അവ മാധ്യമത്തിലൂടെ വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുകയും വ്യത്യസ്ത കോണുകളിൽ വളയുകയും ചെയ്യുന്നു. വെളുത്ത പ്രകാശത്തിന്റെ വിഭജനത്തിന് ശേഷം ലഭിക്കുന്ന സ്പെക്ട്രത്തിലെ 7 നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, വെബ്ഗ്യോ. ഈ 7 നിറങ്ങൾ ചേർന്ന് ദൃശ്യപ്രകാശം വിസിബിൾ ലൈറ്റ് ഉണ്ടാക്കുന്നു. പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ വളയുന്നത് വയലറ്റ് നിറവും ഏറ്റവും കുറവ് വളയുന്നത് ചുവപ്പ് നിറവുമാണ്. ഏത് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ വിഭജനം സംഭവിക്കുന്നത്? എന്തുകൊണ്ട്? വയലറ്റ് പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ വിഭജനം സംഭവിക്കുന്നത്, കാരണം ദൃശ്യപ്രകാശത്തിലെ നിറങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം വയലറ്റിനാണ്. തരംഗദൈർഘ്യം കുറവായതിനാൽ വയലറ്റ് പ്രകാശത്തിന് മാധ്യമത്തിൽ കൂടുതൽ അപവർത്തനം സംഭവിക്കുന്നു. ഇത് പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിചലിക്കുന്നതിന് കാരണമാകുന്നു. ഏത് നിറത്തിനാണ് ഏറ്റവും കുറഞ്ഞ വിഭജനം സംഭവിക്കുന്നത്? എന്തുകൊണ്ട്? ചുവപ്പ് പ്രകാശത്തിനാണ് ഏറ്റവും കുറഞ്ഞ വിഭജനം സംഭവിക്കുന്നത്, കാരണം ദൃശ്യപ്രകാശത്തിലെ നിറങ്ങളിൽ ഏറ്റവും കൂടിയ തരംഗദൈർഘ്യം ചുവപ്പിനാണ്. തരംഗദൈർഘ്യം കൂടുതലായതിനാൽ ചുവപ്പ് പ്രകാശത്തിന് മാധ്യമത്തിൽ ഏറ്റവും കുറഞ്ഞ അപവർത്തനമേ സംഭവിക്കുന്നുള്ളൂ. തൽഫലമായി ഇത് പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ വ്യതിചലനം കാണിക്കുന്നു. പ്രകാശത്തിന്റെ വിഭജനത്തിനുള്ള പ്രധാന കാരണം എന്താണ്? ഒരു മാധ്യമത്തിന്റെ അപവർത്തന സൂചിക പ്രകാശത്തിന്റെ വിവിധ നിറങ്ങൾക്ക്, തരംഗദൈർഘ്യങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കുന്നതാണ് പ്രകാശത്തിന്റെ വിഭജനത്തിനുള്ള കാരണം. ഒരു മാധ്യമത്തിലൂടെ കടന്നുപോകുമ്പോൾ ഓരോ നിറത്തിനും വ്യത്യസ്ത വേഗതയാണ്. വേഗതയിലുള്ള ഈ വ്യത്യാസം അപവർത്തന സൂചികയുടെ വ്യത്യാസത്തിന് കാരണമാവുകയും അതുവഴി വെളുത്ത പ്രകാശം അതിന്റെ ഘടക നിറങ്ങളായി പിരിയുകയും ചെയ്യുന്നു. പ്രകാശത്തിന്റെ വിസരണത്തിന് ഒരു സവിശേഷമായ പ്രകൃതിദത്ത ഉദാഹരണം ഏതാണ്? മഴവില്ലിന്റെ രൂപീകരണം പ്രകാശത്തിന്റെ വിസരണത്തിന് ഒരു സവിശേഷമായ പ്രകൃതിദത്ത ഉദാഹരണമാണ്. പ്രകാശത്തിന്റെ വിസരണം ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്നത് വെള്ളത്തുള്ളികൾ പോലുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നുപോകുമ്പോൾ അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപെടുന്ന പ്രതിഭാസമാണ്. മഴവില്ല് രൂപപ്പെടുന്നത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ ജലകണികകളിൽ തട്ടി വിസരണം സംഭവിക്കുമ്പോഴാണ്. ഇത് വർണ്ണങ്ങളുടെ മനോഹരമായ ഒരു വർണ്ണരാജി സൃഷ്ടിക്കുന്നു. മഴവില്ലിന്റെ രൂപീകരണത്തിൽ ഉൾപ്പെടുന്ന പ്രകാശിക പ്രതിഭാസങ്ങൾ ഏതെല്ലാമാണ്? സൂര്യപ്രകാശം ജലകണികകളാൽ അപവർത്തനം, റിഫ്രാക്ഷൻ, വിസരണം, ഡിസ്പേർഷൻ, പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നിവയ്ക്ക് വിധേയമാകുന്നതിലൂടെയാണ് മഴവില്ല് രൂപപ്പെടുന്നത്. മഴവില്ലിന്റെ രൂപീകരണത്തിൽ പ്രധാനമായും 3 പ്രതിഭാസങ്ങൾ ഉൾപ്പെടുന്നു.
സൂര്യപ്രകാശം മഴത്തുള്ളികളിൽ പ്രവേശിക്കുമ്പോൾ അപവർത്തനവും വിസരണവും നടക്കുന്നു. തുടർന്ന് തുള്ളിക്കുള്ളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം സംഭവിക്കുകയും പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അപവർത്തനത്തിലൂടെ വർണ്ണരാജി ദൃശ്യമാവുകയും ചെയ്യുന്നു. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, പച്ച, നീല, RGB എന്നിവയാണ്. ഈ പ്രാഥമിക വർണ്ണങ്ങളെ അടിസ്ഥാന വർണ്ണങ്ങൾ എന്നും പറയാം. ഇവയെ വിവിധ അനുപാതങ്ങളിൽ കൂട്ടിച്ചേർത്ത് മറ്റ് എല്ലാ നിറങ്ങളും ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ചുവപ്പ്, പച്ച, നീല എന്നിവ ഒരുമിച്ച് ചേരുമ്പോൾ വെള്ള പ്രകാശം ലഭിക്കുന്നു. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ സാധാരണയായി എവിടെയാണ് ഉപയോഗിക്കുന്നത്? കളർ ടെലിവിഷനുകളിലും മറ്റ് ഇലക്ട്രോണിക് ഡിസ്പ്ലേ സാങ്കേതികവിദ്യകളിലും പ്രാഥമിക വർണ്ണങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നു. ടെലിവിഷൻ സ്ക്രീനുകളിലും മൊബൈൽ ഫോൺ ഡിസ്പ്ലേകളിലും ഓരോ പിക്സലും ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങളിലുള്ള ചെറിയ ലൈറ്റുകൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഈ നിറങ്ങളുടെ തീവ്രത ക്രമീകരിച്ച് നമ്മൾ കാണുന്ന വിവിധ വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? അവ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ, മജന്ത, സിയാൻ, മയിൽ നീല എന്നിവയാണ്. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ തുല്യ അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇവ രൂപപ്പെടുന്നത്. ചുവപ്പ് പ്ലസ് പച്ച സമം മഞ്ഞ, ചുവപ്പ് പ്ലസ് നീല സമം മജന്ത, പച്ച പ്ലസ് നീല സമം സിയാൻ. ദ്വിതീയ വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങളുടെ മിശ്രിതമാണ്. ഉദാഹരണത്തിന് ചുവപ്പും പച്ചയും ഒരുമിച്ച് ചേരുമ്പോൾ മഞ്ഞ നിറം ലഭിക്കുന്നു. ഒരു പ്രാഥമിക വർണ്ണത്തെ ഒഴിവാക്കി ബാക്കി രണ്ടെണ്ണം ചേർത്താൽ അതിന്റെ പൂരക നിറം ലഭിക്കും. പ്രകാശത്തിന്റെ പൂരക വർണ്ണങ്ങൾ എന്നാൽ എന്താണ്? ഒരുമിച്ച് ചേരുമ്പോൾ വെളുത്ത പ്രകാശം ഉത്പാദിപ്പിക്കുന്ന ഏതെങ്കിലും രണ്ട് വർണ്ണങ്ങളാണ് പ്രകാശത്തിന്റെ പൂരക വർണ്ണങ്ങൾ. ഉദാഹരണത്തിന് ചുവപ്പിന്റെ പൂരക വർണ്ണം സിയാനാണ് പച്ചയും നീലയും ചേർന്നത്. അതുപോലെ പച്ചയുടെ പൂരക വർണ്ണം മജന്തയും ചുവപ്പും നീലയും ചേർന്നത്, നീലയുടെ പൂരക വർണ്ണം മഞ്ഞയും ചുവപ്പും പച്ചയും ചേർന്നത് ആണ്. ഒരു വസ്തുവിന് കറുപ്പ് നിറം തോന്നാൻ കാരണം എന്താണ്? ഒരു വസ്തുവിന്മേൽ പതിക്കുന്ന എല്ലാ പ്രകാശവർണ്ണങ്ങളെയും അത് ആഗിരണം ചെയ്യുകയും ഒന്നിനെയും പ്രതിഫലിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് കറുപ്പ് നിറം തോന്നുന്നത്. നമ്മൾ കാണുന്ന നിറം ഒരു വസ്തു പ്രതിഫലിപ്പിക്കുന്ന പ്രകാശത്തിന്റെ നിറമാണ്. കറുത്ത വസ്തുക്കൾ പ്രകാശോർജ്ജത്തെ പൂർണ്ണമായി ആഗിരണം ചെയ്യുന്നതിനാൽ അവ ചൂടാകാൻ സാധ്യതയുണ്ട്. പച്ച വെളിച്ചത്തിൽ പ്രകാശിപ്പിക്കുമ്പോൾ ഒരു ചുവന്ന വസ്തുവിന് കറുപ്പ് നിറം തോന്നാൻ കാരണമെന്താണ്? ഒരു ചുവന്ന വസ്തു പ്രധാനമായും ചുവപ്പ് പ്രകാശത്തെ പ്രതിഫലിക്കുകയും മറ്റു വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. പച്ച പ്രകാശം മാത്രം അതിന്മേൽ പതിക്കുമ്പോൾ വസ്തു ആ പച്ച പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ഒരു പ്രകാശവും പ്രതിഫലിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ അതിന് കറുപ്പ് നിറം തോന്നുന്നു. വസ്തുക്കളുടെ നിറം അവ പ്രതിഫലിപ്പിക്കുന്ന പ്രകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ചുവന്ന വസ്തുവിന് ചുവപ്പ് പ്രകാശത്തെ പ്രതിഫലിക്കാനുള്ള കഴിവുണ്ടെങ്കിലും പച്ച പ്രകാശം മാത്രം ലഭിക്കുമ്പോൾ അതിനെ പ്രതിഫലിക്കാൻ കഴിയാതെ ആഗിരണം ചെയ്യുകയും കറുത്തതായി കാണപ്പെടുകയും ചെയ്യുന്നു. പ്രകാശത്തിന്റെ ഇന്റർഫെറൻസ്, വ്യതികരണം എന്നാൽ എന്താണ്? പ്രകാശത്തിന്റെ ഇന്റർഫെറൻസ് എന്നത് ഒരേ ആവൃത്തിയോടും ആംപ്ലിറ്റ്യൂഡോടും കൂടിയ രണ്ടോ അതിലധികമോ പ്രകാശതരംഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ സൂപ്പർപൊസിഷൻ, പ്രകാശ തീവ്രതയുടെ പുനർവിതരണത്തിന് പ്രകാശമുള്ളതും ഇരുണ്ടതുമായ വരകൾ കാരണമാകുന്ന പ്രതിഭാസമാണ്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം തെളിയിക്കുന്ന പ്രധാന പ്രതിഭാസങ്ങളിലൊന്നാണിത്. യങ്സിന്റെ ഇരട്ടപ്പിളർപ്പ് പരീക്ഷണം, യങ് എസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഇന്റർഫെറൻസിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. പ്രകാശത്തിന്റെ ക്രിയാത്മക ഇന്റർഫെറൻസ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എന്നാൽ എന്താണ്? പ്രകാശതരംഗങ്ങൾ ഒരേ ഘട്ടത്തിൽ ഫേസ് കൂടിച്ചേരുമ്പോൾ അവ പരസ്പരം ശക്തിപ്പെടുത്തുകയും പരമാവധി തീവ്രതയോ തെളിച്ചമോ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ക്രിയാത്മക ഇന്റർഫെറൻസ്. ഇത് ഇന്റർഫെറൻസ് പാറ്റേണിൽ പ്രകാശമുള്ള വരകൾ, ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്നു. ക്രിയാത്മക ഇന്റർഫെറൻസിൽ തരംഗങ്ങളുടെ ഉന്നത ഭാഗങ്ങൾ, ക്രെസ്റ്റ്സ്, ഒരുമിച്ച് ചേരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിക്കുകയും പ്രകാശ തീവ്രത കൂടുകയും ചെയ്യുന്നു. ഇത് പ്രകാശത്തിന്റെ തരംഗസ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ നൽകുന്നു. പ്രകാശത്തിന്റെ വിനാശകരമായ വ്യതികരണം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എന്താണ്? പ്രകാശതരംഗങ്ങൾ വിപരീത ഘട്ടങ്ങളിൽ ഒരു തരംഗത്തിന്റെ ശൃംഗം മറ്റൊന്നിന്റെ ഗർത്തവുമായി കൂടിച്ചേരുമ്പോൾ അവ പരസ്പരം റദ്ദാക്കുകയും ഏറ്റവും കുറഞ്ഞ തീവ്രതയിലോ ഇരുട്ടിലോ കലാശിക്കുകയും ചെയ്യുന്നതാണ് വിനാശകരമായ വ്യതികരണം.
ഇത് വ്യതികരണ പാറ്റേണുകളിൽ ഇരുണ്ട ഫ്രിഞ്ചുകൾ ഡാർക്ക് ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്നു. പ്രകാശതരംഗങ്ങളുടെ സൂപ്പർപൊസിഷൻ തത്വമനുസരിച്ച് അവ കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് വ്യതികരണം. ഒരു തരംഗത്തിന്റെ ശൃംഗം മറ്റൊരു തരംഗത്തിന്റെ ഗർത്തവുമായി ചേരുമ്പോൾ തീവ്രത കുറയുകയും ഇരുണ്ട ഭാഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നതാണ് വിനാശകരമായ വ്യതികരണം. ധ്രുവീകരിക്കാത്ത പ്രകാശം അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നാൽ എന്ത്? ധ്രുവീകരിക്കാത്ത പ്രകാശം എന്നാൽ അതിന്റെ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ കമ്പനങ്ങൾ തരംഗപ്രസരണത്തിന്റെ ദിശയ്ക്ക് ലംബമായ എല്ലാ തലങ്ങളിലും സംഭവിക്കുന്ന പ്രകാശമാണ്. സാധാരണ പ്രകാശസ്രോതസ്സുകളിൽ നിന്നുള്ള പ്രകാശം ധ്രുവീകരിക്കാത്തതാണ്. ഇതിൽ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ കമ്പനങ്ങൾ തരംഗത്തിന്റെ സഞ്ചാരദിശയ്ക്ക് ലംബമായ എല്ലാ ദിശകളിലും നടക്കുന്നു. പ്രകാശത്തിന്റെ ധ്രുവീകരണം പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്നാൽ എന്ത്? ധ്രുവീകരിക്കാത്ത പ്രകാശത്തെ ധ്രുവീകരിച്ച പ്രകാശമാക്കി മാറ്റുന്ന പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ ധ്രുവീകരണം. ഇതിൽ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ കമ്പനങ്ങൾ ഒരു പ്രത്യേക തലത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നു. പ്രകാശതരംഗങ്ങളുടെ കമ്പനങ്ങൾ ഒരു പ്രത്യേക തലത്തിൽ മാത്രമായി ഒതുക്കുന്ന പ്രതിഭാസമാണ് ധ്രുവീകരണം. ഇത് പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തിന് ഒരു പ്രധാന തെളിവാണ്. ധ്രുവീകരണികൾ പോളറോയിഡ് നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? പോളിവൈനൈൽ ആൽക്കഹോൾ പ്ലാസ്റ്റിക്കിനൊപ്പം അയഡിൻ ചേർക്കുന്നത് അയഡീൻ ഡോപ്പിംഗ് വിത്ത് പോളിവൈനൽ ആൽക്കഹോൾ പ്ലാസ്റ്റിക്. പോളറോയിഡ് ഷീറ്റുകൾ നിർമ്മിക്കാൻ പോളിവൈനൈൽ ആൽക്കഹോൾ പ്ലാസ്റ്റിക്കിൽ അയഡിൻ ചേർത്ത് നീട്ടിയെടുക്കുന്ന രീതിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇത് പ്രകാശത്തെ ധ്രുവീകരിക്കാൻ സഹായിക്കുന്നു. സൺഗ്ലാസുകളിൽ പോളറോയിഡ് ലെൻസുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? തിരശ്ചീനമായി ധ്രുവീകരിച്ച പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ട് വെളിച്ചത്തിന്റെ തീവ്രത കുറയ്ക്കാൻ, പ്രകാശത്തിന്റെ മിന്നൽ കുറയ്ക്കാൻ. റോഡിലോ വെള്ളത്തിലോ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശത്തിന് സാധാരണയായി തിരശ്ചീന ധ്രുവീകരണമുണ്ട്. പോളറോയിഡ് ലെൻസുകൾ ഈ തിരശ്ചീനമായി ധ്രുവീകരിച്ച പ്രകാശത്തെ ആഗിരണം ചെയ്ത് മിന്നൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് കാഴ്ച വ്യക്തമാക്കുന്നു.